വഫീ അൻഫുസികും അഫലാ തുബ്സിറൂൻ. സ്വന്തം ശരീരത്തെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്ക്. അത് ചിന്തിച്ചാലേ ഇന്ന് നാം അനുഭവിക്കുന്ന അനുഗ്രഹങ്ങളും അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങളും ആ അനുഗ്രഹങ്ങൾ അള്ളാഹു പിൻവലിച്ചാലുണ്ടാകുന്ന അവസ്ഥയും പരിശോധിക്കുമ്പോൾ നമ്മൾ എത്രമാത്രം അള്ളാഹുവിൽ നിന്ന് അനുഗ്രഹം പറ്റി ജീവിക്കുന്നുണ്ട് എന്ന് ചിന്തിക്കുമ്പോൾ ഈ അരാജകത്വങ്ങളിൽ നിന്ന് മനുഷ്യനെ മനസ്സിനെ മാറ്റിയെടുക്കാൻ സാധിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. മഹാന്മാരായ പണ്ഡിതന്മാർ ആ വഴിക്ക് ചിന്തിച്ച് അനവധി ഗ്രന്ഥങ്ങൾ രചിച്ചിട്ടുണ്ട്. മൻ അറഫ നഫ്സഹു ഫഖദ് അറഫ റബ്ബഹു. ഒരാൾ തന്റെ ശരീരത്തെ കുറിച്ച് പഠിച്ചാൽ അള്ളാഹുവിനെ കുറിച്ച് പഠിച്ചു. ഒരാൾ തന്റെ ശരീരത്തെ കുറിച്ച് ചിന്തിച്ചാൽ അള്ളാഹുവിൻ തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ എത്രമാത്രം വലുതാണെന്ന് കണ്ടെത്താൻ കഴിയും. അതിന് അള്ളാഹു ആദ്യമേ നമ്മോട് ഉപദേശിക്കുന്നത് മനുഷ്യരായ നാം നമ്മുടെ സ്ഥാനം എന്താണ്, ഈ ഭൂമിയിലെ അല്ല ഈ പ്രപഞ്ചത്തിലെ. പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ അൽ ആലമു മാ സിവല്ലാഹ്. പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ അല്ലാഹു ഒഴിച്ചുള്ള ബാക്കിയെല്ലാം. അൽ ആലമു മാ സിവൽ ബാരി തആല. ലോകം എന്ന് പറഞ്ഞാൽ, പ്രപഞ്ചം എന്ന് പറഞ്ഞാൽ അല്ലാഹു ഒഴിച്ച് ബാക്കിയുള്ളതെല്ലാം. അതാണ് പ്രപഞ്ചം. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ഉത്കൃഷ്ട ജീവി മനുഷ്യനാണ്. മനുഷ്യനെ കവച്ചു വെക്കുന്ന ഒരു സൃഷ്ടി അള്ളാഹുവിന്റെ സൃഷ്ടികളിൽ ഇല്ല. മലക്കുകൾ പോലും മനുഷ്യന്റെ താഴെയാണ്. ഈ മനുഷ്യന് വേണ്ടിയാണ് ഈ പ്രപഞ്ചത്തെ അള്ളാഹു സംവിധാനിച്ചത്. ഖലഖലകും മാ ഫിൽ അർദി ജമീഅ. ഭൂമിയിലുള്ളത് മുഴുവനും അള്ളാഹു സൃഷ്ടിച്ചത് നമുക്ക് അനുകൂലമായി ഗുണപരമായ നിലക്കാണ്. ഭൂമിയിലുള്ളതെല്ലാം, ഇവിടെ ഭൂമി എന്ന് പറഞ്ഞത് മുഫസ്സിരീങ്ങൾ പറഞ്ഞു കാണാം, മനുഷ്യൻ സാധാരണ അധിവസിക്കുന്നത് ഭൂമി ആയതുകൊണ്ടാണ് ഖലഖലകും മാ ഫിൽ അർദ് എന്ന് പറഞ്ഞത്, ഭൂമിയിലുള്ളത് എന്ന് പ്രയോഗിച്ചത്. മനുഷ്യൻ സാധാരണ ജീവിക്കുന്നത് ഭൂമിയല്ലേ, അതുകൊണ്ട് അങ്ങനെ പറഞ്ഞതാ. അതേ സമയത്ത് ലോകത്തുള്ളത് മുഴുവനും അള്ളാഹു സൃഷ്ടിച്ചത് മനുഷ്യരായ നമ്മുടെ ഗുണത്തിന് വേണ്ടിയാണ്. ഇത് കഴിഞ്ഞ കാലങ്ങളിൽ ഉസ്താദുമാർ ഓതിക്കൊടുക്കുമ്പോൾ, പരിശുദ്ധ ഖുർആനിന്റെ അർത്ഥം പറയുമ്പോൾ, അള്ളാഹു ഈ ഭൂമിയിൽ സൃഷ്ടിച്ചതൊക്കെ നമ്മുടെ ഗുണത്തിന് വേണ്ടിയാണോ എന്ന് സംശയം തോന്നിപ്പോവും. ആധുനിക ശാസ്ത്രം വളരുമ്പോൾ അള്ളാഹുവിന്റെ ഈ വാക്ക് സത്യമായി പുലർന്നുകൊണ്ടിരിക്കുകയാണ്. സർപ്പത്തിന്റെ വിഷം പോലും മനുഷ്യന്റെ ഗുണത്തിന് വേണ്ടി ഇന്ന് ഉപയോഗിക്കുന്ന ഒരു ലോകത്ത് കൂടുതൽ പ്രസംഗിക്കേണ്ടതില്ല. 700 കിലോമീറ്റർ ദൂരത്തിരുന്ന് ഇവിടെ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന എന്നെ ലക്ഷ്യം വെച്ച് ഒരു സർപ്പം ഊതിയാൽ, മണാണലി എന്ന് പറയുന്ന സർപ്പം 700 കിലോമീറ്റർ ദൂരത്തിൽ നിന്ന് എന്നെ ലക്ഷ്യം വെച്ച് ഊതിയാൽ അതിന്റെ വായിൽ നിന്ന് പുറപ്പെട്ട കാറ്റ് വരുന്ന വഴിക്ക് പച്ചപിടിച്ചു നിൽക്കുന്ന സർവ്വ സസ്യങ്ങളും വൃക്ഷങ്ങളും തൽക്ഷണം കരിഞ്ഞു പോകുമെന്നാണ്. ആ പാമ്പ് എന്നെ തൊടണമെന്നില്ല, കടിക്കണമെന്നില്ല. ഈ സർപ്പത്തിന്റെ വിഷം എടുത്ത് ശുദ്ധീകരിച്ചാൽ ഹൃദയരോഗത്തിന് ഏറ്റവും നല്ല സിദ്ധൌഷധമാണെന്ന് ബ്രിട്ടനിലെ ഒരു സെറ്റ് ശാസ്ത്രജ്ഞന്മാർ കണ്ടുപിടിക്കുകയും ഹാർട്ട് അറ്റാക്കിന് സർപ്പത്തിന്റെ വിഷം ഉപയോഗിക്കുന്ന ഒരു ലോകത്താണ് ഞാനും നിങ്ങളും ജീവിക്കുന്നത്. നമ്മുടെ കേരളത്തിൽ പോലും ഹോമിയോ പഠിച്ച ഡോക്ടർമാർ ഈ സദസ്സിലുണ്ടെങ്കിൽ ഇപ്പോൾ അവർക്ക് ആ കാര്യം ബോധ്യപ്പെട്ടു. ഹോമിയോ ഡോക്ടർ ഹാർട്ട് അറ്റാക്കിന് കൊടുക്കുന്ന ഗുളിക സർപ്പത്തിന്റെ വിഷം ചേർന്നതാണ്. സർപ്പത്തിന്റെ പേര് വരെ ആ ഗുളികയിൽ ഉണ്ട്. അപ്പൊ അള്ളാഹു സർപ്പത്തെ സൃഷ്ടിച്ചത് മനുഷ്യന്റെ ഗുണത്തിനല്ലേ? ഖലഖലകും മാ ഫിൽ അർദി ജമീഅ. ഈ പ്രപഞ്ചത്തിലുള്ള മുഴുവൻ വസ്തുക്കളും അള്ളാഹു സൃഷ്ടിച്ചത് മനുഷ്യരായ നമ്മുടെ ഗുണത്തിന് വേണ്ടിയാണ്. നാമാണ് ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ഉത്കൃഷ്ട ജീവി. മലക്കുകൾ മനുഷ്യന്റെ ഖിദ്മത്തിന് ഇറങ്ങി വരും. മലക്കുകൾ മനുഷ്യന്റെ ഖിദ്മത്തിന് വരും. കായൽപ്പട്ടണത്ത് പോയി നോക്ക്. മീകായിൽ പള്ളി എന്നൊരു പള്ളി കാണാം. അവിടെ
ലാഹിൽ മുഹയ്യാ റആ മികാല മസ്ജിദഹു വഹൗലഹു ഫുഖഹാഉ സദഖത്തില്ലാഹി. സദഖത്തുല്ലാഹിൽ ഖാഹിരി റഹ്മത്തുള്ളാഹി അലൈഹി. കായൽ പട്ടണത്തുകാരനാണെങ്കിലും കീഴക്കരയിൽ അന്ത്യവിശ്രമം കൊള്ളും. മഹാനുഭാവന്റെ ദർസിൽ ശിഷ്യന്മാർ ഇരിക്കുന്ന കൂട്ടത്തിൽ മീകായിൽ അലൈഹിസ്സലാം എന്ന മലക്ക് വന്ന് ഇരുന്നു. വെള്ളമില്ലാത്ത വിഷമം പരാതി പറഞ്ഞപ്പോൾ ഉടനെ തന്നെ വെള്ളം തരാമെന്ന് പറഞ്ഞു പോയി. മഴ പെയ്തു. വെള്ളമില്ലാതെ വിഷമിച്ച ഒരു ലോകത്ത് സുലഭമായ വെള്ളം ലഭിച്ചു. പള്ളിപ്പണി പൂർത്തിയാക്കിയതിന്റെ പേരിൽ ആ പള്ളിക്ക് ഇന്നും പേര് മസ്ജിദ് മീകായിൽ, മീകായിൽ പള്ളിയാണ്. ദർസിൽ വെച്ചൊരൊറ്റ വിളിയാണ്. മീകായിലെ വിളിച്ചപ്പോൾ മീകായിൽ വന്നു. കാരണം എന്താ? മനുഷ്യൻ ഉയർന്നാൽ, മനുഷ്യൻ മനുഷ്യനായാൽ മലക്കുകൾ പോലും മനുഷ്യന്റെ കീഴിൽ ഖിദ്മത്തിന് വരും. മനുഷ്യൻ മനുഷ്യനാവണം. അപ്പൊ ഏറ്റവും ഉത്കൃഷ്ട ജീവിയാണ് മനുഷ്യൻ. അങ്ങനത്തെ മനുഷ്യൻ ഈ പ്രപഞ്ചത്തിലേക്ക് കടന്നു വന്ന നമ്മുടെ അവസ്ഥ നാം ഒന്ന് ചിന്തിച്ചു നോക്ക്. വല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈആ. ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് ഭൂമി ലോകത്തേക്ക് നാം വന്നപ്പോൾ നമ്മുടെ അവസ്ഥ എന്താണ്? ലാ തഅലമൂന ശൈആ. ഒന്നും അറിഞ്ഞൂടാ, ഒരു വിവരവുമില്ല. ഇന്ന് ഉച്ചക്ക് പ്രസവിക്കപ്പെട്ട ഞാനും നിങ്ങളും ലോകത്തെ ഏറ്റവും വലിയൊരു ശാസ്ത്രജ്ഞനും ഇന്ന് ഉച്ചക്ക് പ്രസവിക്കപ്പെട്ടു എന്ന് സങ്കല്പിക്കും. അതേ ഉച്ചക്ക് നമ്മുടെ വീട്ടിലെ പശുവും പ്രസവിച്ചു. ആ പശുക്കുട്ടി ഉടനെ തന്നെ ഓടിച്ചെന്ന് ഉമ്മയുടെ അകിട്ടിലുള്ള ശുദ്ധമായ പാൽ വലിച്ചു കുടിക്കും. ഒരു വെയിലിൽ കൂടി നടന്നു നീങ്ങുമ്പോൾ ഒരു മരത്തിന്റെ താഴെ തണല് കാണുന്ന സമയത്ത് എനിക്ക് ആ തണലിൽ ചെന്നാൽ വിശ്രമിക്കാമല്ലോ എന്ന് മനസ്സിലാക്കി ആ തണലും തേടി ആ പശുക്കുട്ടി പോകും. നാം ഒരു കല്ലെടുത്തുകൊണ്ട് ആ പശുവിന്റെ നേരെ പിടിച്ചാൽ ആ കല്ല് എന്റെ ശരീരത്തിൽ തട്ടിയാൽ എനിക്ക് വേദനിക്കുമെന്ന് മനസ്സിലാക്കിയ പശുക്കുട്ടി ഓടിച്ചെന്ന് ഉമ്മയുടെ അകിട്ടിൽ പോയി അഭയം പ്രാപിക്കും. അതേ സമയത്ത് ലോകത്തിൽ ഏറ്റവും വലിയൊരു ശാസ്ത്രജ്ഞനെ ഇന്ന് ഉച്ചക്ക് 12 മണിക്ക് പ്രസവിക്കപ്പെട്ടാൽ എനിക്ക് കുടിക്കാനുള്ള ശുദ്ധമായ പാൽ എന്റെ ഉമ്മയുടെ മാറിടത്തിലുണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിവില്ലെന്ന് മാത്രമല്ല, 2 കൈയിൽ മലർത്തിപ്പിടിച്ച് ഉമ്മ മാറോട് ചേർത്ത് ആ സ്തനങ്ങൾ വായിൽ വെച്ച് പ്രസ് ചെയ്ത് തന്നാൽ അതിൽ നിന്ന് പുറത്തു വരുന്ന മുലപ്പാൽ ഓട്ടോമാറ്റിക്കായി താഴോട്ടിറങ്ങുകയല്ലാതെ ഒരു വേള അത് വായിൽ നിന്ന് പുറത്തു പോയാൽ നേരത്തെ ഞാൻ ഇതായിരുന്നു കുടിച്ചത് എന്ന അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ വരെ കുടിക്കാൻ നമുക്കറിയില്ല. ഉമ്മ ഒരു വിരിപ്പിൽ കിടത്തി അടുക്കളയിലെ ജോലിക്ക് പോയി. ഒരു തുണിക്ക് ഒരു കർച്ചീഫ് വന്ന് നമ്മുടെ മുഖത്ത് വീണു. ആരും കണ്ടില്ലെങ്കിൽ അവിടെ കിടന്ന് ശ്വാസം മുട്ടി മരിക്കുകയല്ലാതെ ഞാൻ എന്റെ മരണത്തിനെ തൊട്ട് രക്ഷപ്പെടാൻ ഇതൊന്നെടുത്ത് നീക്കിക്കളയട്ടെ എന്ന് ചിന്തിക്കാൻ പോലും നമുക്ക് ആ സമയത്ത് കഴിവുണ്ടായിരുന്നില്ല. ലാ തഅലമൂന ശൈആ. ഒന്നും അറിഞ്ഞൂടാ. അങ്ങനെ മലർന്നു കിടന്ന് കരയുകയല്ലാതെ മറ്റൊന്നിനും കഴിയില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ അവൻ കമഴ്ന്ന് കിടക്കാൻ തുടങ്ങി. അവൻ മുട്ടുകുത്തി നടക്കാൻ തുടങ്ങി. എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. ഓടാനും ചാടാനും തുടങ്ങി. 20-ാം നൂറ്റാണ്ടിന്റെ ഉത്തരാർദ്ധത്തിൽ മനുഷ്യൻ ചെന്ന് ചന്ദ്രഗോളത്തിൽ കാലുകുത്തി പടിപടിയായി ഉയർന്നു. وجعل لكم السمع والابصار والافئده. അല്ലാഹു നമുക്ക് കേൾവി തന്നു. وجعل لكم السمع, അല്ലാഹു കേൾവി തന്നു. والابصار, കാഴ്ച തന്നു. والافئده, ഹൃദയം തന്നു. അല്ലാഹു പറഞ്ഞ വഴിക്ക് വഴി കണ്ടോ? ഓഡിയോ, വീഡിയോ, കാർഡിയോ. ലോകത്തിന്റെ സംവിധാനവും അങ്ങനെ തന്നെയാണ്. ആദ്യം ഓഡിയോ ആണ്. ടേപ്പ് റിക്കാർഡിൽ വയല് കേട്ടവരാണ് നമ്മൾ. പിന്നെ അത് ടിവിയിൽ ആയി മാറി. ഖുർആനിൽ പല സ്ഥലത്തും അല്ലാഹു തആല ഒരു സ്ഥലത്ത് പറഞ്ഞ തർത്തീബ് മറ്റൊരു സ്ഥലത്ത് തെറ്റിച്ചു പറഞ്ഞിട്ടുണ്ട്.
വസ്സാരിഖു വസ്സാരിഖതു ഫഖ്തഉ ഐദിയഹുമാ. വസ്സാരിഖു മോഷ്ടിച്ച പുരുഷൻ, വസ്സാരിഖതു മോഷ്ടിച്ച സ്ത്രീ. ആദ്യം പുരുഷനെ പറഞ്ഞു, പിന്നെ സ്ത്രീയെ പറഞ്ഞു. അസ്സാനിയതു വസ്സാനി വ്യഭിചാരിയായ പെണ്ണ്, വസ്സാനി വ്യഭിചരിച്ച പുരുഷൻ. ആദ്യം പെണ്ണിനെ പറഞ്ഞു, പിന്നെ സ്ത്രീയെ പറഞ്ഞു, പുരുഷനെ പറഞ്ഞു. മോഷ്ടിച്ചെടുത്ത് ആദ്യം സ്ത്രീയെ പുരുഷനെ പറഞ്ഞു, പിന്നെ പെണ്ണിനെ പറഞ്ഞു. വ്യഭിചാരത്തിന്റെ അവിടെ ആദ്യം പെണ്ണിനെ പറഞ്ഞു, പിന്നെ സ്ത്രീയെ പുരുഷനെ പറഞ്ഞു. വഴിക്ക് വഴി അള്ളാഹു തെറ്റിച്ചു. പലതും പല സ്ഥലത്തും അള്ളാഹു ഈ ക്രമം തെറ്റിച്ചു പറഞ്ഞിട്ടുണ്ട് ഖുർആനിൽ. അതിലൊക്കെ ചില കാര്യങ്ങളുമുണ്ട്. അതേ സമയത്ത് ഈ ആശയം വരുന്ന ആയത്ത് ഖുർആനിൽ പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ് കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. വേറൊരായത്താണ് وجعل لكم السمع والأبصار والأفئدة قليلا ما تشكرون. വേറൊരായത്താണ്, പക്ഷേ ക്രമം തെറ്റിച്ചിട്ടില്ല. وجعل لكم السمع والأبصار والأفئدة. ആദ്യം അല്ലാഹു നമുക്ക് കേൾവി തന്നു, പിന്നീട് അല്ലാഹു കാഴ്ച തന്നു. ഏതൊരു കുഞ്ഞിനെയും പ്രസവിക്കപ്പെടുന്ന സമയത്ത് ആ കുട്ടിക്ക് കാഴ്ച ഇല്ലെന്നാണ് ആധുനിക ശാസ്ത്രം കണ്ടെത്തിയത്. കേൾവിയുണ്ട്. അതാണ് പ്രസവിക്കപ്പെട്ട കുട്ടിയുടെ ചെകിട്ടിൽ ബാങ്ക് കൊടുക്കൽ സുന്നത്തായത്. ആ കുട്ടി പ്രസവിക്കപ്പെട്ട സമയത്ത് തന്നെ കേൾവി ശക്തിയുണ്ട്. പ്രസവിക്കപ്പെട്ട ഉടനെ തന്നെ തല പുറത്തു വന്നാൽ ആ കുട്ടി അല്ലാഹ് എന്ന ശബ്ദം കേൾക്കാൻ പ്രാപ്തനാണ്. മലർന്നു കിടന്ന് കളിക്കുന്ന ഒരു കുട്ടിയുടെ കണ്ണിലേക്ക് വിരല് കൊണ്ട് കുത്താൻ ചെന്നാൽ, നമ്മുടെ കണ്ണിലേക്ക് ഒരാൾ വിരല് കൊണ്ട് കുത്താൻ വന്നാൽ കണ്ണടച്ചു പോകും, കണ്ണ് തിരിച്ചു കളയും. ഒരു കൊച്ചു കുഞ്ഞ് മലർന്നു കിടന്ന് ചിരിക്കുന്നു, കളിക്കുന്നു. ആ കുഞ്ഞിന്റെ കണ്ണിലേക്ക് കുത്താൻ ചെന്നാൽ അത് അവിടെ തന്നെ കിടക്കും, ആ കുഞ്ഞത് കാണുന്നില്ല. അപ്പോൾ അല്ലാഹു ആദ്യം കേൾവി കൊടുത്തു, പിന്നീട് വൽ അബ്സാറ കാഴ്ച തന്നു, പിന്നീട് കാർഡിയോ പുരോഗതി അല്ലാഹു തന്നു. ഇങ്ങനെ പടിപടിയായി അല്ലാഹു തന്നത്. എന്തിനാണ് അല്ലാഹു ഇങ്ങനെ ചെയ്തതെന്നറിയുമോ? ലഅല്ലകും തഷ്കുറൂൻ. മനുഷ്യൻ ചെന്ന് ചന്ദ്രഗോളത്തിൽ കാലുകുത്തുമ്പോ ആ മനുഷ്യൻ ചിന്തിക്കുന്നു, ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും ഉത്കൃഷ്ട ജീവി ഞാനാണ്, എന്നെ കവച്ചു വെക്കുന്ന ഒരു സൃഷ്ടിയില്ലെന്ന് മനുഷ്യൻ അഹങ്കരിക്കാൻ സാധ്യതയുണ്ട്. മൃഗങ്ങൾ അഹങ്കരിക്കില്ല, മൃഗങ്ങൾക്ക് അഹങ്കാരമില്ല. പ്രസവ സമയത്ത് തന്നെ ഈ കഴിവുകൾ കൊടുത്താലും ആ മൃഗങ്ങൾക്ക് അഹങ്കാരം വരുന്നില്ല എന്നതുകൊണ്ടാണ് പ്രസവ സമയത്ത് തന്നെ മൃഗങ്ങൾക്ക് അല്ലാഹു കഴിവ് കൊടുത്തത്. മനുഷ്യന് കൊടുക്കാതിരുന്നത്. മനുഷ്യൻ അഹങ്കാര ജീവിയാണ്, അഹങ്കരിക്കും. ചന്ദ്രഗോളത്തിൽ ചെന്ന് മനുഷ്യൻ കാലുകുത്തി, അപ്പോളോ 11 വിജയിച്ചു എന്ന വാർത്ത കിട്ടിയപ്പോ അമേരിക്കയുടെ നാസ, ലോകത്തെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞന്മാർ ലോകത്തോട് വിളിച്ചു പറഞ്ഞത്, പ്രപഞ്ചത്തെ ഞങ്ങൾ കീഴടക്കി. അഹങ്കാരമല്ലേ? 11ാമത്തെ അപ്പോളോ വിജയിച്ചു. 13ാമത്തെ അപ്പോളോ തിരിച്ചു വന്നപ്പോ അന്തരീക്ഷത്തിൽ കിടന്ന് 6 പേര് ഓക്സിജൻ ലീക്ക് ചെയ്ത് ചാകാൻ പോവാ. അമേരിക്കയുടെ നാസ ലോകത്തോട് വിളിച്ചു പറഞ്ഞു, മനുഷ്യ സ്നേഹികൾ ദൈവത്തോട് പ്രാർത്ഥിക്കുക, ഞങ്ങളെ കൊണ്ട് കഴിയില്ല. നമ്മുടെ 6 സുഹൃത്തുക്കൾ അന്തരീക്ഷത്തിൽ കിടന്ന് ഓക്സിജൻ ലീക്ക് ചെയ്ത് ചാകാൻ പോവാണ്. മനുഷ്യ സ്നേഹികളെ ദൈവത്തോട് പ്രാർത്ഥിക്കുക. അഹങ്കരിക്കും മനുഷ്യൻ. ചന്ദ്രഗോളത്തിലെത്തിയപ്പോഴേക്ക് പ്രപഞ്ചം കീഴടക്കി. അള്ളാഹു പറഞ്ഞു, അഹങ്കരിക്കാനല്ല ഇത് തന്നത്, പിന്നെന്തിനാണ്? ലഅല്ലകും തഷ്കുറൂൻ. അള്ളാഹു കണ്ണ് തന്നത്, അള്ളാഹു കാത് തന്നത്, നാവ് തന്നത്, കൈ തന്നത്, കാല് തന്നത്, എല്ലാം തന്നത്, ഹൃദയം തന്നത് അള്ളാഹുവിന് ശുക്ർ ചെയ്യാൻ, അള്ളാഹുവിന് നന്ദി ചെയ്യാൻ വേണ്ടിയാണ്. ഇന്ന് നമ്മുടെ ശരീരത്തിൽ അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ മരണം വരെ ഇരുന്ന് എണ്ണിയാലും
അള്ളാഹു നമുക്ക് ഖിയാമത്ത് നാൾ വരെ ആയുസ് നീട്ടിത്തന്ന് എണ്ണിയാലും റബ്ബ് നമ്മുടെ ശരീരത്തിൽ മാത്രം തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയില്ല. വിശദീകരിക്കണ്ട, എണ്ണി പറഞ്ഞാൽ മതി, കഴിയില്ല. അത്രയും അനുഗ്രഹങ്ങൾ അള്ളാഹു നമ്മുടെ ശരീരത്തിൽ തന്നിട്ടുണ്ട്. ആ അനുഗ്രഹങ്ങളൊക്കെ എന്തിനാണ്? അള്ളാഹുവിന് നന്ദി ചെയ്യാൻ വേണ്ടിയാണ്. അള്ളാഹു തന്ന അനുഗ്രഹങ്ങളെ കൊണ്ട് ഇത്രയും കാലം ജീവിച്ചിട്ട് നമ്മൾ അള്ളാഹു തആലാക്ക് ശുക്ർ ചെയ്തിട്ടുണ്ടോ? ഇന്ന് നാം ചെയ്യുന്നത് അള്ളാഹുവിനോട് നന്ദികേടല്ലേ എന്ന് ചിന്തിക്കാൻ ഒരു ഉദാഹരണം നോക്കണം. ഭൗതിക ലോകത്താണ് ഒരാൾ ഉപകാരം ചെയ്തതെങ്കിൽ അതിന് നമ്മൾ എത്രമാത്രം നന്ദി പ്രകടിപ്പിക്കും. മകന് ഗവൺമെന്റിൽ ഒരു ജോലി വാങ്ങിത്തന്നാൽ ആ രാഷ്ട്രീയ നേതാവിനോട് നമുക്ക് എത്ര സ്നേഹമുണ്ട്, നന്ദിയുണ്ട്. ഒരു രോഗത്തിന് ചികിത്സിച്ച ഡോക്ടറോട് നമുക്ക് സ്നേഹമുണ്ട്. പക്ഷെ അള്ളാഹുവിനോട് നമുക്കില്ല. സുലൈമാൻ നബി അലൈഹി ഇസ്ലാമിന്റെ ഹദ്റത്തിൽ ഒരു മനുഷ്യൻ വന്നു. ലോകം മുഴുവനും അടക്കി ഭരിച്ച രാജാക്കന്മാരാണ് 4 പേര്, 2 മുസ്ലിമും 2 അമുസ്ലിമും. ഒന്ന് സുലൈമാൻ നബി അലൈഹി ഇസ്ലാം, ലോകം മുഴുവനും അവരുടെ ഭരണപ്രദേശമാണ്. മറ്റൊന്ന് ദുൽഖർനൈനിൽ ഇസ്കന്ദർ റളിയല്ലാഹു അൻഹു, ലോകം മുഴുവനും അടക്കി ഭരിച്ച ആളാണ്. എല്ലാ പ്രദേശവും അവരുടെ ഭരണത്തിന് കീഴിലാണ്. നമ്രൂദ് ലോകം മുഴുവനും അടക്കി ഭരിച്ചവരാണ്. ബുഖ്തനസർ ലോകം മുഴുവനും അടക്കി ഭരിച്ചവരാണ്. 2 മുസ്ലിമും 2 അല്ലാത്തവരും. ഈ സുലൈമാൻ നബി ലോകം മുഴുവനും ഭരിക്കുന്ന ആളാണ്. ഒരാൾ വന്നിട്ട് പറഞ്ഞു, സുലൈമാൻ നബിയെ, എനിക്ക് അള്ളാഹു ഒന്നും തന്നിട്ടില്ല. നിങ്ങൾക്കാണെങ്കിൽ വലിയ സമ്പത്ത് അള്ളാഹു തന്നിട്ടുമുണ്ട്. ഈ ഫക്കീറും ദരിദ്രനുമായ എനിക്ക് നിങ്ങൾ എന്തെങ്കിലും തരണം. സുലൈമാൻ നബി അലൈഹി ഇസ്ലാം മനസ്സിലാക്കി, ഇദ്ദേഹത്തിന് അള്ളാഹു കൊടുത്ത നിഅമത്ത് കാണാതെ പോകുന്നവനാണ്. ഇയാളെ വന്ന് തഖ്വയിലേക്ക് കൊണ്ടുവരണം. സുലൈമാൻ നബി പറഞ്ഞു, അള്ളാഹു ഒന്നും തന്നിട്ടില്ല എന്നല്ലേ നീ പറഞ്ഞത്? നിനക്ക് ഞാൻ 50,000 സ്വർണ്ണ നാണയം തരാം. ഇത് കേട്ടപ്പോൾ അയാൾ മുഖം സന്തോഷിച്ചു. 50,000 സ്വർണ്ണ നാണയം കിട്ടില്ലേ? 50,000 സ്വർണ്ണ നാണയത്തിന്റെ കിറ്റും പിടിച്ചുകൊണ്ട് നീ തിരിച്ചു പോകുമ്പോൾ അള്ളാഹുവിനോട് ഞാൻ ദുആ ചെയ്യും, പടച്ചവനേ, ഈ മനുഷ്യന്റെ കണ്ണിന്റെ കാഴ്ച നീ നഷ്ടപ്പെടുത്തണമെന്ന്. എന്റെ 50,000 സ്വർണ്ണ നാണയത്തിന്റെ കിറ്റും പിടിച്ച് നീ തിരിച്ചു പോകുമ്പോ കണ്ണുപൊട്ടനായി പോകേണ്ടി വരും. എന്റെ പ്രാർത്ഥന അല്ലാഹു സ്വീകരിക്കും. ഞാൻ അള്ളാന്റെ പ്രവാചകനല്ലേ? അതുകൊണ്ട് 50,000 സ്വർണ്ണ നാണയം പിടിച്ചോ. കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടാൻ ഞാൻ റബ്ബിനോട് ദുആ ചെയ്യും. ആ മനുഷ്യൻ പറയുന്നു, നിങ്ങളുടെ 50,000 സ്വർണ്ണ നാണയത്തിന് പകരം എന്റെ കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടുമെങ്കിൽ ആ സ്വർണ്ണ നാണയം എനിക്ക് വേണ്ട, എന്റെ കണ്ണ് മതി. ശരി, ഞാൻ അത് ദുആ ചെയ്യുന്നില്ല. എന്റെ 50,000 സ്വർണ്ണ നാണയത്തിന്റെ കിറ്റും പിടിച്ച് നീ പോകുമ്പോ നിന്റെ ചെവിയുടെ കേൾവി നഷ്ടപ്പെടാൻ വേണ്ടി ഞാൻ ദുആ ചെയ്യും. പിടിച്ചോ 50,000 സ്വർണ്ണ നാണയം. ആ മനുഷ്യൻ പറയുന്നു, നിങ്ങളുടെ 50,000 സ്വർണ്ണ നാണയത്തിന് പകരം എന്റെ ചെവിയുടെ കേൾവി നഷ്ടപ്പെടുമെങ്കിൽ എനിക്കത് വേണ്ട, എന്റെ ചെവി മതി. ഞാൻ അത് ദുആ ചെയ്യുന്നില്ല. സുലൈമാൻ നബി പറയുന്നു, 2 കാലിൽ സുന്ദരമായി എന്റെ മുമ്പിലേക്ക് നടന്നു വന്ന നീ തിരിച്ചു പോകുമ്പോൾ 2 കാലും കുഴഞ്ഞവനായി നീ പോകേണ്ടി വരും. എന്റെ 50,000 സ്വർണ്ണ നാണയം പിടിച്ചോ. ആ മനുഷ്യൻ പറയുന്നു, നിങ്ങളുടെ 50,000 സ്വർണ്ണ നാണയത്തിന് പകരം എന്റെ കാലിന്റെ സ്വാധീനം നഷ്ടപ്പെട്ടുകൊണ്ടാണ് എനിക്കത് കിട്ടുന്നതെങ്കിൽ ആ സ്വർണ്ണ നാണയം എനിക്ക് വേണ്ട. ഇത്രയും പറഞ്ഞപ്പോൾ സുലൈമാൻ നബി അലൈഹി ഇസ്ലാം ചോദിച്ചു, അല്ല മനുഷ്യ, അള്ളാഹു നിനക്ക് ഒന്നും തന്നിട്ടില്ലെന്നും പറഞ്ഞല്ലേ നീ എന്റെ മുമ്പിൽ വന്നത്? എന്റെ 50,000 സ്വർണ്ണ നാണയത്തിന് പകരം നിന്റെ കണ്ണിന്റെ കാഴ്ച എനിക്ക് തരണമെന്ന് പറഞ്ഞപ്പോൾ നീ സമ്മതിച്ചില്ല. എന്റെ 50,000 സ്വർണ്ണ നാണയത്തെക്കാളും നീ വില കൽപ്പിക്കുന്ന നിന്റെ കണ്ണിന്റെ കാഴ്ച നിനക്ക് എവിടെ നിന്ന് കിട്ടി? എന്റെ 50,000 സ്വർണ്ണ നാണയത്തെക്കാളും നീ വില കൽപ്പിക്കുന്ന നിന്റെ കാതിന്റെ കേൾവി നിനക്ക് എവിടെ നിന്ന് കിട്ടി?
എന്റെ 50,000 സ്വർണ്ണ നാണയത്തേക്കാളും നീ വില കൽപ്പിക്കുന്ന നിന്റെ കാലിന്റെ സ്വാധീനം നിനക്ക് എവിടെ നിന്ന് കിട്ടി? അതാര് തന്നതാണ്? ഈ മനുഷ്യൻ പറയുന്നു, ഇരുളടഞ്ഞ ഹൃദയമായിട്ടാണ് ഞാൻ നിങ്ങളെ ഹദ്റത്തിൽ വന്നത്. ഇപ്പോൾ എന്റെ ഹൃദയത്തിന് പ്രകാശം ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് സുലൈമാൻ നബിയെ, എന്റെ റബ്ബ് ചെയ്തു തന്ന നിഅമത്തിന്റെ വലിപ്പം ഇപ്പോഴാണ് എനിക്ക് ബോധ്യപ്പെട്ടത്. നിങ്ങൾ എനിക്ക് ഒന്നും തരേണ്ട എന്ന് പറഞ്ഞ് ആ മനുഷ്യൻ തിരിച്ചു പോകുന്നു. നമ്മുടെ കണ്ണിന്റെ കാഴ്ചയെ ഒരു വസ്തുവിന്റെ വില മനസ്സിലാക്കണമെങ്കിൽ ആ വസ്തു ഇല്ലാതെയാകണം. ഓപ്പോസിറ്റ് കൊണ്ടേ ഒരു മനുഷ്യന്റെ ഒരു വസ്തുവിന്റെ ഗുണം മനസ്സിലാക്കാൻ കഴിയൂ. പ്രകാശത്തിന്റെ വലിപ്പം, അതിന്റെ ബഹുമാനവും അനുഗ്രഹവും മനസ്സിലാക്കണമെങ്കിൽ ആ പ്രകാശമില്ലാതെ പോകണം. ഈ ബൾബ് അണഞ്ഞാലേ വെളിച്ചത്തിന്റെ ഗുണം മനസ്സിലാകൂ. കണ്ണ് പോയാലേ കണ്ണിന്റെ കാഴ്ച തിരിയൂ. കാത് പോയാലേ കാതിന്റെ ഗുണം മനസ്സിലാകൂ. ഏതൊരു വസ്തുവിന്റെ ഗുണവും അതിന്റെ ഓപ്പോസിറ്റ് കൊണ്ടേ മനസ്സിലാക്കപ്പെടൂ. ഇത്രയും വലിയ അനുഗ്രഹം അല്ലാഹു നമുക്ക് നൽകിയിട്ട് ഈ കണ്ണിനൊരു രോഗം വന്നാൽ അതിനെ ചികിത്സിച്ച ഡോക്ടറോട് നമുക്ക് നന്ദിയുണ്ട്. ഇത്രയും കാലം ഈ കണ്ണ് തന്ന അല്ലാഹുവിനോട്, ആ ഡോക്ടറോട് കാണിച്ച ഒരു അല്പം നന്ദി റബ്ബിനോട് നമ്മൾ കാണിക്കുന്നില്ല. അല്ലാഹ്ക്ക് നന്ദി ചെയ്യുന്നില്ല. അത്രയും തരം താഴ്ന്നു പോയില്ലേ നമ്മുടെ ജീവിതം. ഹാർട്ട് രോഗം ചികിത്സിച്ച ഡോക്ടറോട് നമുക്ക് നന്ദിയുണ്ട്. ഇതുവരെ കേടുകൂടാതെ സംരക്ഷിച്ച നാഥനായ റബ്ബിനോട് നമുക്കെന്ത് നന്ദിയാണുള്ളത്? ബഹുമാനപ്പെട്ട ഇബ്നു സമ്മാക്ക് റളിയല്ലാഹു അൻഹു ഹാറൂനുർ റഷീദ് ഹാഷിമിയായ ഭരണാധികാരിയാണ്. തന്റെ മകൾ സുബൈദയും ഹാഷിമിയാണ്. ഇത്രയും നല്ല മഹത്വമേറിയ ഒരു ഭരണാധികാരികൾ ഇസ്ലാമിക ചരിത്രത്തിൽ വേറെയില്ല. ഭരണാധികാരി ഹാഷിമി കുടുംബം, അദ്ദേഹത്തിന്റെ ഭാര്യയും ഹാഷിമി. ഇസ്ലാമിക ഭരണ ചരിത്രങ്ങളിൽ ആ ഭരണകർത്താക്കളെ ചരിത്രം പരിശോധിച്ചാൽ ഹാറൂനുർ റഷീദിന്റെ ഈ പ്രത്യേകത മറ്റാർക്കുമില്ല. മഹാനായ ഹാറൂനുർ റഷീദ് കൊട്ടാരത്തിൽ ഇരിക്കുന്ന സമയത്ത് വാഇദും മുത്തഖിയും സൂഫിയും പണ്ഡിതനുമായ ഇബ്നു സമ്മാക്ക് തങ്ങൾ കടന്നു വന്നു. സദസ്സിന്റെ ഒരു മൂലയിൽ ഇരുന്നു. രാജാവ് പ്രജകളുമായി ഭരണകാര്യങ്ങൾ ചർച്ച ചെയ്യുകയാണ്. എന്തൊരച്ചടക്കമുള്ള സദസ്സ്! രാജാവിന് എന്ത് ആവശ്യമുണ്ടോ തന്റെ പ്രജകൾ ചെന്നുകൊണ്ട് ആ കാര്യം നിർവഹിച്ചു കൊടുക്കുന്നു. പ്രജകളിൽപ്പെട്ട ഉന്നതന്മാരായ ഉദ്യോഗസ്ഥന്മാര് തന്നെ, താഴേക്കടയിലുള്ളവരല്ല. രാജാവ് പെട്ടെന്ന് എനിക്ക് കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം വേണമെന്ന് പറയേണ്ട താമസം ഉന്നതന്മാരായ ഉദ്യോഗസ്ഥന്മാര് വെള്ളം കൊണ്ടുപോയി കൊടുത്തു. ഈ വെള്ളത്തിന്റെ ഗ്ലാസ് ഹാറൂൻ റഷീദ് കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുമ്പോ ഇബ്നു സമ്മാക്ക് തങ്ങളങ്ങ് കയറി ചെന്നു. പണ്ഡിതനായ ഇബ്നു സമ്മാക്കിനെ കണ്ട ഹാറൂൻ റഷീദ് തങ്ങൾ എഴുന്നേറ്റ് നിന്നു. കസേരയിട്ട് കൊടുത്തി. രണ്ടുപേരും കസേരയിൽ ഇരുന്ന് പരസ്പരം സംസാരിക്കുകയാണ്. എന്തൊരു ബഹുമാനമാണ്! പണ്ഡിത വർഗത്തിന് ബഹുമാനം കൽപ്പിച്ച കാലമാണല്ലോ അന്ന് രാജാക്കളാൽ. ഇബ്നു സമ്മാക്ക് തങ്ങൾ പറയുന്നു, ഞാൻ ഒരുപാട് സമയമായി ഇവിടെ വന്നിട്ട് എന്തൊരു സ്നേഹമാണ് ഈ ജനങ്ങൾക്ക് നിങ്ങളോട്. നിങ്ങൾ പറയുന്നത് ശ്രദ്ധയോടുകൂടി കേട്ടുകൊണ്ടിരിക്കുന്ന പ്രജകൾ. നിങ്ങൾ എന്ത് ആവശ്യപ്പെട്ടാലും അത് ചെയ്തു തരാൻ ഉന്നതന്മാരായ ഉദ്യോഗസ്ഥന്മാർ തന്നെ മുൻപന്തിയിൽ. പക്ഷെ എനിക്കറിയേണ്ടതൊന്നുമല്ല. ഹാറൂൻ, നിങ്ങൾക്കിപ്പോൾ കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളത്തിന് ആവശ്യം വന്നപ്പോ നിങ്ങൾ ചോദിക്കേണ്ട താമസം നിങ്ങളെ കയ്യിൽ വെള്ളമെത്തി. നിങ്ങൾ ഇതിന് പ്രതിഫലം കൊടുത്തോ? ഇല്ല, കൊടുത്തിട്ടില്ല. ഒരു നിർണായക ഘട്ടത്തിൽ രാജ്യത്തെവിടെയും വെള്ളം കിട്ടാത്ത ഒരു സാഹചര്യം വന്നു എന്ന് സങ്കല്പിക്ക്. സംഭവിക്കാമല്ലോ അങ്ങനെ. മഹാരാജാവാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. രാജ്യത്തെ ജനങ്ങൾ രൂക്ഷമായ വരൾച്ച കൊണ്ട് മരിക്കുകയാണ്. ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇപ്പോൾ മരിക്കുമെന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടു. നിങ്ങൾ മരണത്തെ മുന്നിൽ കാണുന്നു. ഇപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കിട്ടിയില്ലെങ്കിൽ ഞാൻ മരിക്കും. ആ സാഹചര്യത്തിലാണ് മഹാരാജാവ് വെള്ളമില്ലാതെ വിഷമിക്കുന്നു എന്ന വാർത്ത കാട്ടുതീ പോലെ പടർന്നു പിടിച്ചു നാട് മുഴുവനും അറിഞ്ഞു.
ഒരു പാവപ്പെട്ട മിസ്കീൻ തന്റെ കയ്യിലുള്ള ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവന്ന്, മഹാരാജാവ് മരിക്കരുത്, അങ്ങ് ദാഹിച്ചു വലഞ്ഞിട്ടുണ്ട് എന്നറിഞ്ഞു, എന്റെ കയ്യിൽ എന്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ സൂക്ഷിച്ച വെള്ളം രാജാവ് കുടിക്കണമെന്ന് പറഞ്ഞ് ആ വെള്ളം നിങ്ങൾക്ക് സമ്മാനിച്ചാൽ മഹാരാജാവേ നിങ്ങൾ ആ വെള്ളം വാങ്ങി കുടിക്കുമോ? തീർച്ചയായും കുടിക്കും. അയാൾ വല്ല പ്രതിഫലവും ചോദിച്ചാലോ? കൊടുക്കും. എന്ത് ചോദിച്ചാലും കൊടുക്കും. എന്ത് ചോദിച്ചാലും കൊടുക്കും. നീതിക്ക് വില കൽപ്പിക്കുന്ന ഹാറൂനെ ആ വെള്ളം ആ ഫക്കീർ തനിക്ക് തരണമെങ്കിൽ ന്യായമായ ഒരു ആവശ്യം അയാൾ നിങ്ങളെ മുമ്പിൽ വെച്ചു. എന്താണ് ആവശ്യം? ഇന്ന് ഹാറൂൻ റഷീദ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണത്തിന്റെ പകുതി ഭരണം എനിക്ക് വിട്ടുതരണം. ആ പകുതിയുടെ രാജാവായി എന്നെ നിയമിക്കണം. ബാക്കി പകുതിയുമായി താങ്കൾ മുമ്പോട്ട് പോയിക്കോ എന്നാണെങ്കിൽ നീതിക്ക് വില കൽപ്പിക്കുന്ന ഹാറൂൻ റഷീദ് എന്ത് ചെയ്യും? ആ വെള്ളം വാങ്ങി കുടിച്ച് മരണത്തിൽ നിന്ന് രക്ഷപ്പെടുമോ? അതല്ല എന്റെ ഭരണം വിട്ടുതരാനാകില്ലെന്ന് പറഞ്ഞ് മരണത്തെ അഭിമുഖീകരിക്കുമോ? ഹാറൂൻ റഷീദ് പറയുന്നു, ഞാൻ എന്റെ മരണത്തിൽ തൊട്ട് രക്ഷപ്പെടാൻ ഈ വെള്ളം എനിക്ക് അയാൾ തരണമെങ്കിൽ, ഇങ്ങനെ ഒരു ഡിമാൻഡാണ് വെച്ചതെങ്കിൽ തികച്ചും ഞാൻ ആ ഭരണത്തിന്റെ പകുതി അയാൾക്ക് കൊടുത്ത് അതിന്റെ ഭരണാധിപനായി നിശ്ചയിച്ച് ആ വെള്ളം വാങ്ങി കുടിച്ച് ഞാൻ എന്റെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടും. ബാക്കി പകുതി ഭരണവുമായി മുമ്പോട്ട് പോകും. ശരി, ഇപ്പൊ പകുതിയല്ലേ ഉള്ളൂ? അതെ, പകുതിയേ ഉള്ളൂ. പകുതി ഭരണവുമായി താങ്കൾ പോകുമ്പോ ഈ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചത് വയറ്റിലെത്തി. അല്പസമയം കഴിഞ്ഞ് നിങ്ങൾക്കൊരു ചിന്ത മൂത്രിക്കണമെന്ന്. മൂത്രിക്കാൻ വേണ്ടി കക്കൂസിൽ പോയിരുന്ന രാജാവേ മൂത്രം പുറത്തു പോകുന്നില്ല. നോക്കുന്ന സമയം കടച്ചിലും വേദനയുമാണ്, മൂത്രസ്തംഭനമാണ്. ബാത്റൂമിൽ പോയിരുന്നു, കഠിനമായ വേദന കൊണ്ട് രാജാവ് പെടയുന്നു. താനൊരു കിരീടം വെച്ച് വാഴുന്ന രാജാവാണെന്ന പരിസരബോധം മറന്ന് പലതും വിളിച്ചു പറയാൻ തുടങ്ങി. ആളുകൾ വന്ന് പിടിച്ചു വെച്ചില്ലെങ്കിൽ ആത്മഹത്യക്കുള്ള ശ്രമമാണ്. വസ്ത്രമൊക്കെ എവിടെയോ ഉരിഞ്ഞു പോയിരിക്കുന്നു. ഈ വാർത്ത കേട്ട് ഒരു ഡോക്ടർ വന്നിട്ട്, എന്റെ കയ്യിൽ ഒരു ഡോസ് മരുന്ന്, അതങ്ങ് കഴിച്ചാൽ ആ കെട്ടി നിൽക്കുന്ന മൂത്രം പുറത്തോട്ട് പോകും. ഭാവിയെ കുറിച്ചൊന്നും ഞാൻ പറയില്ല, ഇപ്പോഴുള്ള വിഷമത്തിൽ നിന്ന് രക്ഷപ്പെടാം. ആ മരുന്ന് വാങ്ങി താങ്കൾ കഴിക്കുമോ? മരണം മുന്നിൽ ഉറപ്പിച്ച ഞാൻ ആ മരുന്ന് വാങ്ങി കഴിക്കുമെന്നതിൽ ഒരു സംശയവും. അയാൾ വല്ല പ്രതിഫലവും ചോദിച്ചാലോ? കൊടുക്കും. എന്ത് ചോദിച്ചാലും കൊടുക്കുമോ? എന്ത് ചോദിച്ചാലും കൊടുക്കും. അയാൾ ചോദിച്ചത്, ഞാൻ എന്റെ ഉപജീവനമായി കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ മരുന്ന്, എന്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ സൂക്ഷിച്ച ഈ മരുന്ന് മഹാരാജാവിന് വിട്ടുതരണമെങ്കിൽ, ആ മരുന്ന് കഴിച്ചാൽ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാം, ഈ മരുന്ന് ഞാൻ തരണമെങ്കിൽ ന്യായമായ ഒരു പ്രതിഫലം എനിക്ക് തരണം. എന്താണ് ആ പ്രതിഫലം? ഇന്ന് മഹാരാജാവ് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണം മുഴുവനും എനിക്ക് വിട്ടുതരണം. അതിന്റെ ഭരണാധിപനായി എന്നെ നിയമിക്കണം. എന്റെ ഭരണത്തിന് കീഴിൽ ഹാറൂൻ റഷീദ് ഒരു സാധാരണ പൗരനായി ജീവിക്കണം എന്നാണെങ്കിൽ, ഇമാം സുയൂത്തി തന്റെ താരീഖുൽ ഖുലഫായിൽ പറഞ്ഞു കാണാം ഈ ചരിത്രം. ഹാറൂൻ റഷീദ് പറഞ്ഞു, ഞാൻ എന്റെ ഭരണം മുഴുവനും വിട്ടുകൊടുത്തുകൊണ്ട് അത് ഞാൻ വാങ്ങി, ആ മരുന്ന് വാങ്ങി കഴിച്ച് ഞാൻ എന്റെ മരണത്തിൽ നിന്ന് രക്ഷപ്പെടും. ഇത്രയും പറഞ്ഞപ്പോൾ ഇബ്നു സമ്മാക്ക് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു, ഹാറൂൻ റഷീദ് ഈ വിശാലമായ ഭൗതിക രാഷ്ട്രത്തിന്റെ ഭരണച്ചങ്കോല് കയ്യിലുണ്ടെന്ന് മനസ്സിലാക്കിക്കൊണ്ട് രാജകീയ പ്രൗഢി വിളിച്ചറിയിക്കുന്ന സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് താൻ ഒരു കിരീടം വെച്ച് വാഴുന്ന രാജാവാണെന്ന ബോധം ഹൃദയത്തിൽ ഉണ്ടായിക്കൊണ്ട് സർവശക്തനായ റബ്ബിനെ മറക്കണ്ട ഹാറൂനെ, നീയും നിന്റെ ഭരണവുമെല്ലാം കൂടി നീ ഇപ്പോൾ അതിന് കൽപ്പിച്ച വില, ഒരു നിർണായക ഘട്ടത്തിൽ നീ ദാഹിച്ചാൽ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ച് ആ കുടിച്ച വെള്ളം പുറത്തോട്ട് പോകാൻ ഈ ഭൗതിക ലോകം മുഴുവനും നീ വിട്ടുകൊടുത്തെങ്കിൽ, നിന്റെ ജീവിതകാലം എത്രമാത്രം വെള്ളം കുടിച്ചു, നീ എത്ര മൂത്രിച്ചു, നീ എത്ര കുളിച്ചു, എത്ര സുഖിച്ചു, അതിന് പകരമായി നിന്റെ റബ്ബിന്റെ മുമ്പിൽ വിട്ടുകൊടുക്കാൻ നീ സൂക്ഷിച്ചു വെച്ച മുതലെവിടെയാണ് ഹാറൂനെ എന്ന് ചോദിച്ചപ്പോ, നീതിയും തഖ്വയും അള്ളാഹുവിനെ പേടിയുമുള്ള ഹാറൂൻ ആ കസേരയിൽ നിന്ന് പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് വീണുപോയി. ഒരു നേരത്തെ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നതിന്, ആ കുടിച്ച വെള്ളം പുറത്തോട്ട് പോകുന്നതിന് ഈ ലോകം മുഴുവനും വിട്ടുകൊടുക്കാൻ മനുഷ്യൻ തയ്യാറാവും. ഇത്രയും കാലം വെള്ളം കുടിച്ചതിന്, കുടിക്കാൻ സൗകര്യം ചെയ്തു തന്നതിന് അള്ളാഹുവിന്റെ മുമ്പിൽ നമുക്ക് എന്താണുള്ളത്?
മൂത്രിച്ചത് സുഖമായി പുറത്തു പോന്നാൽ ഒരു നന്ദി വാക്ക് പറയാൻ നമ്മൾ തയ്യാറാണോ? കക്കൂസിൽ പ്രവേശിക്കുമ്പോ ഒരു ദിക്ർ സുന്നത്തുണ്ട്. ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബതി വൽ ഖബായിസ്. കക്കൂസിൽ നിന്ന് പുറത്തു പോരുമ്പോൾ ഒരു ദിക്റുണ്ട്. ഉഫ്രാനക അൽഹംദുലില്ലാഹില്ലദീ അദ്ഹബ അന്നിൽ അദാ വഅഫാനി. എന്താ അതിന്റെ അർത്ഥം? സുഖമായി മൂത്രമൊഴിക്കാൻ സൗകര്യം ചെയ്തു തന്ന അല്ലാഹുവേ നിനക്ക് നന്ദി, നിനക്കാണ് സർവസ്തുതിയും. ഒരു നന്ദി വാക്ക് പറയാൻ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിച്ചിട്ട് ഈ ദിക്ർ എത്ര പേര്, നമ്മളൊക്കെ എത്ര തവണ ഇന്ന് മൂത്രമൊഴിച്ചു, ആ മൂത്രമൊഴിച്ചപ്പോൾ എത്ര തവണ ഈ ദിക്ർ ചൊല്ലിയിട്ടുണ്ടെന്ന് സ്വന്തം നഫ്സിനോടൊന്ന് ചോദിച്ചു നോക്ക്. സ്വന്തം നഫ്സ്, ആരോടും പറയണ്ട. മറ്റൊരാളെ മുമ്പിൽ നല്ല ആളാകാൻ ഞാൻ പറഞ്ഞു എന്നൊക്കെ പറയാം, ചോദിച്ചാൽ പറയും. പക്ഷേ ഞാൻ പറഞ്ഞോ ഇല്ലേ എന്ന സത്യം എനിക്കറിയാം. ഓരോരുത്തരും വിലയിരുത്തിയാൽ മതി. മൂത്രം പുറത്തു പോകാതെ സ്തംഭനം സംഭവിച്ചാൽ ഒരു ഡോക്ടർ അടുക്കൽ കൊണ്ടുപോയി പൊക്കിളിന്റെ താഴ്ഭാഗത്തൊരു ദ്വാരമുണ്ടാക്കി കൃത്രിമമായ പൈപ്പിലൂടെ മൂത്രം പുറത്തെടുത്താൽ ആ മൂത്രത്തിന് വേണ്ടി ഇട്ട പൈപ്പ്, അതിലൊരു കിറ്റ് കെട്ടിയിട്ട് ഒരു കവർ കെട്ടിയിട്ട് മൂത്രം അതിൽ സ്റ്റോർ ചെയ്യുന്നു. കട്ടിലിന്റെ കാലിൽ കെട്ടിത്തൂക്കിയിരിക്കുന്നു. ഈ മൂത്രത്തിനെ പൈപ്പിട്ടുകൊണ്ട് ബെഡിൽ കിടക്കുന്ന മനുഷ്യന്റെ സമീപത്ത് ചെന്നിരുന്നാലും അയാൾക്ക് പറയാനുള്ളത് ആ മൂത്രോളജിസ്റ്റിന്റെ ബഹുമാനമാണ്, ആ യൂറോളജിസ്റ്റിന്റെ സ്ഥാനമാനങ്ങളാണ്. തൽക്കാലം അയാളെ മുമ്പിൽ എത്തിപ്പെട്ടത് മഹാഭാഗ്യമായി പോയി. അല്ലെങ്കിൽ ഞാൻ മരിച്ചിരുന്നേനെ. അയാളെ തൽക്കാല സമയത്ത്, കൃത്യസമയത്ത് ആ ഡോക്ടറെ മുമ്പിൽ ഞാൻ എത്തിയത് എന്റെ ഭാഗ്യം, അയാൾ എത്ര നല്ല മനുഷ്യൻ എന്ന നന്ദി വാക്ക് ഭൗതിക ലോകത്ത് ഏതെങ്കിലും ഒരു നിമിഷം ഒരു അനുഗ്രഹം ചെയ്തു തന്ന ഡോക്ടറോട് പറയാൻ നമുക്കുണ്ടെങ്കിൽ, അല്ലാഹുവേ എനിക്ക് മൂത്രമൊഴിക്കാൻ സൗകര്യം ചെയ്തു തന്നതിന് എനിക്ക് നന്ദി എന്ന് ഒരു ദിക്ർ ഹബീബായ റസൂലുള്ളാഹി ചൊല്ലാൻ നിർദ്ദേശിച്ചിട്ട് അത് പറയാൻ സമയമില്ലെങ്കിൽ ഞാനും നിങ്ങളും എത്ര നന്ദി കെട്ടവരായി അല്ലാഹുവിന്റെ മുമ്പിൽ. ചെയ്തു തന്ന അനുഗ്രഹം മുഴുവനും അല്ലാഹുവിൽ നിന്ന് നമ്മൾ സ്വീകരിച്ചു, അതെല്ലാം അനുഭവിച്ചു. പക്ഷേ ആ അനുഗ്രഹങ്ങൾ ഓരോന്നും അനുഭവിക്കുമ്പോൾ തിരിച്ചൊരു നന്ദി വാക്ക് റബ്ബിനോട് പറയാൻ നമ്മൾ തയ്യാറല്ല. അള്ളാന്റെ മുമ്പിൽ നന്ദി പ്രകടിപ്പിക്കാൻ തയ്യാറല്ല. എന്താ കാരണം? അള്ളാഹു ചെയ്തു തന്ന നിഅമത്തിന്റെ വലിപ്പം മനസ്സിലായിട്ടില്ല. ഒരു നായ യജമാനോട് കാണിക്കുന്ന കൂറ് മനുഷ്യൻ അള്ളാഹുവിനോട് കാണിക്കുന്നില്ല, നമ്മെ സൃഷ്ടിച്ച റബ്ബിനോട് നമ്മൾ കാണിക്കുന്നില്ല. ബഹുമാനപ്പെട്ട അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹുവിനോട് ഒരാളെ വന്നിട്ട് പരിഹാസ രൂപത്തിൽ ചോദിച്ചു, അബൂ യസീദേ, നിന്റെ മുഖത്തുള്ള താടിയിൽ കിടക്കുന്ന ഈ രോമമാണോ നല്ലത്, ഈ പട്ടിയുടെ വാലിൽ കിടക്കുന്ന രോമമാണോ നല്ലത്? അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്താ സംശയം? ആ പട്ടിയുടെ വാലിൽ കിടക്കുന്ന രോമമാണ് എന്റെ മുഖത്തുള്ള താടി രോമത്തേക്കാൾ നല്ലത്. എന്താ കാരണം? ആ പട്ടി യജമാന ഭക്തിയുണ്ട്, ഞാൻ എന്റെ യജമാനന് നന്ദിയില്ലാത്തവനാണ്. ഇത് പറഞ്ഞപ്പോൾ കാര്യം ബോധ്യപ്പെട്ട തന്നെ പരിഹസിക്കുന്ന ശത്രു തന്റെ മുമ്പിൽ വന്ന പരിഹാസ രൂപത്തിൽ ചോദിച്ച മനുഷ്യൻ അബൂ യസീദുൽ ബിസ്താമിയുടെ നെറ്റത്തടത്തിൽ മുത്തം കൊടുത്തുകൊണ്ട് തിരിച്ചുപോയി. അയാളുടെ ഹൃദയത്തിന് തഖ്വ കിട്ടാൻ അത് കാരണമായി. സൽമാനുൽ ഫാരിസ് റളിയല്ലാഹു അൻഹു ഒരു വയൽ വരമ്പിലേക്ക്, ഒരു കൃഷിയിടത്തിലേക്ക് പ്രവേശിച്ചപ്പോൾ ആ വരമ്പിലൂടെ നടന്നു വരുമ്പോ അബൂ യസീദ് സൽമാനുൽ ഫാരിസ് തങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ടും പോവുകയാണ്. ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഒരാൾക്ക് നടന്നു പോകാൻ മാത്രമുള്ള വഴി, അപ്പുറത്തിരുന്ന് ഒരു പട്ടി ഇങ്ങോട്ട് വന്നു. ആ പട്ടിയെ കണ്ട സമയത്ത് സൽമാനുൽ ഫാരിസി വഴിമാറി കൊടുത്തു, ആ പട്ടിക്ക് പോകാൻ സൗകര്യം ചെയ്തു കൊടുത്തു. സ്വഹാബത്ത് ചോദിച്ചു, അല്ല സൽമാനെ, ഒരു പട്ടിക്കാണോ നിങ്ങൾ വഴിമാറി കൊടുക്കുന്നത്? അതെ, പട്ടിക്കാണ് ഞാൻ വഴിമാറി കൊടുക്കുന്നത്. എന്തിനാ വഴിമാറി കൊടുക്കുന്നത്? ബഹുമാനിച്ചിട്ടല്ലേ വഴിമാറി കൊടുക്കുന്നത്? അതേ, ആ പട്ടിക്ക് വേണ്ടി ഞാൻ വഴിമാറി കൊടുത്തിരിക്കുകയാണ്.
എന്താ കാരണം? ആ പട്ടി എന്നേക്കാൾ നല്ലവനാകാം. അള്ളാഹുവിന്റെ വിചാരണ കഴിഞ്ഞ് പരലോകത്ത് സിറാത്ത് പാലം കടന്ന് അക്കരെ എത്തിയാൽ, സ്വർഗത്തിലേക്ക് കടന്നാൽ തിരിഞ്ഞു നിന്നിട്ട് ഈ പട്ടിയോട് ഞാൻ പറയും, എടാ പട്ടി, നിന്നേക്കാൾ നല്ലവൻ ഞാനാണ്. അതല്ല, ആ സിറാത്ത് പാലത്തിൽ നിന്ന് കാൽ വഴുതി താഴോട്ട് വീണുപോയെങ്കിൽ എന്നേക്കാൾ നല്ലവൻ ആ പട്ടിയാണ്. കാരണം ആ പട്ടി യജമാന ഭക്തിയുള്ള ജീവിയാണ്. ഞാനോ യജമാനനോട് നന്ദികേട് കാണിച്ച് നരകത്തിൽ പോകേണ്ടി വന്നവനാണ്. ആ പട്ടി തന്റെ യജമാനനോട് കാണിച്ച കൂറ് ഞാൻ എന്റെ റബ്ബിനോട് കാണിച്ചില്ല. അതുകൊണ്ടല്ലേ ഞാൻ നരകത്തിൽ പോകേണ്ടി വന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ പട്ടിക്ക് വഴി മാറിക്കൊടുത്തത്. ബഹുമാനപ്പെട്ട സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരു പട്ടി തന്റെ യജമാനനോട് കാണിക്കുന്ന കൂറ് നമുക്കില്ല. പട്ടിയുടെ ശാസ്ത്രം പഠിച്ചവർക്കറിയാം. ഇമാം ദമീരി റളിയല്ലാഹു അൻഹു ഒക്കെ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ഗുണങ്ങൾ. എന്താ ഗുണം? തെരുവിൽ കണ്ട പട്ടികളെ കൊണ്ട് മനുഷ്യൻ കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും കൊല്ലണോ കൊല്ലണ്ടേ എന്ന് പലർക്കും അതിൽ ഖിലാഫാണ്. ഇപ്പോ ഇന്ത്യൻ ഭരണഘടന പറയുന്നത് കൊല്ലണമെന്നാണ്. ഡേഞ്ചറസ് ആനിമൽസിനൊക്കെ കൊല്ലണം, കില്ല് ചെയ്യണം എന്നാണ് ഇന്ത്യൻ ഭരണഘടന പറയണത്. അപകടകാരിയായ മൃഗത്തെ കൊല്ലണം. പിന്നെന്തിനാ നിയമം കാത്തിരിക്കുന്നത്? അതാണ് നടപ്പാക്കിയാ പോരെ. പട്ടികളോട് സ്നേഹമുള്ള കുറെ മനുഷ്യന്മാരുണ്ട്. പട്ടിയിൽ നിന്ന് പലതും പഠിക്കാനുണ്ട്. 10 സ്വഭാവം പട്ടിയിൽ നിന്ന് മനുഷ്യൻ പകർത്തണം. പട്ടിയിൽ നിന്ന് 10 തൊട്ടാൽ 7 വട്ടം കഴുകേണ്ട ജീവിയാണിത്, മാറ്റി നിർത്തേണ്ട ജീവിയാണിത്. പക്ഷെ ചില ഗുണങ്ങൾ പട്ടിക്കുണ്ട്. എന്താ? ഒന്ന്, തന്റെ യജമാനനോട് അങ്ങേറ്റം ബഹുമാനമാണ്. ഒരു ദിവസം നാം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മത്സ്യം തിന്നതിന്റെ, മാംസം തിന്നതിന്റെ എല്ല് മുള്ളുകൾ ടേബിളിന്റെ മുകളിൽ കൊണ്ടുവന്ന് വെച്ച വേസ്റ്ററിലേക്ക് ഇട്ടു. ഭക്ഷണം കഴിക്കൽ കഴിഞ്ഞപ്പോൾ നമ്മുടെ ഭാര്യ എടുത്തു കൊണ്ടുപോയി ആ വേസ്റ്റ് പുറത്തു കൊണ്ടുപോയി ഉപേക്ഷിച്ചപ്പോൾ അവിടെ ഇരിക്കുന്ന ഒരു പട്ടി, യാദൃച്ഛികമായി ആ പട്ടിക്ക് ഒരു നേരത്തെ ഭക്ഷണമായി ഇത് മാറി. ആ പട്ടിന്റെ വിശപ്പടക്കാൻ അത് മതി. എങ്കിൽ നമ്മൾ പട്ടിക്ക് ഭക്ഷണം കൊടുത്തതല്ല, യാദൃച്ഛികമായത് ആ പട്ടിക്ക് ഭക്ഷണമായിട്ടുണ്ടെങ്കിൽ ഈ പട്ടി എവിടെ വെച്ചും ആ വീട്ടുകാരനെ കാണുമ്പോൾ വാലാട്ടി അഭിനന്ദിക്കുമെന്നാണ് ചരിത്രം, അതിന്റെ ശാസ്ത്രം, പട്ടിയുടെ മനഃശാസ്ത്രം അതാണ്. തന്റെ യജമാനന് കാവൽ കിടക്കുന്ന പട്ടി, ഇന്ത്യൻ പ്രസിഡന്റാണ് വന്നതെങ്കിൽ പോലും ആ പട്ടി കുരക്കും. എന്തേ കാരണം? ഒരു ചെറിയ ഓല കൊണ്ട് മേഞ്ഞ് മഞ്ഞും വെയിലും കൊള്ളാതിരിക്കാൻ ഉണ്ടാക്കിയ ചെറിയ ഒരു ഷെഡിനുള്ളിൽ 1 സെന്റ് ഭൂമിക്ക് പോലും വകയില്ലാത്ത മുട്ടാളം ദരിദ്രനായ എന്റെ യജമാനൻ ഇവിടെ കിടക്കുന്നുണ്ട്. ആ യജമാനനോട് സമ്മതം ചോദിക്കാതെ ഗ്രൗണ്ടിലേക്ക് പ്രവേശിച്ചു പോകരുത്. എടാ, ഞാൻ ഇന്ത്യൻ പ്രസിഡന്റാ, അത് ഡൽഹി പോയി പറഞ്ഞാ മതി. ഈ ഗ്രൗണ്ടിലേക്ക് കടക്കണമെങ്കിൽ ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത ഈ പാവപ്പെട്ടവന്റെ സമ്മതമില്ലാതെ ഈ ഗ്രൗണ്ടിൽ കടക്കരുത് എന്നാണ് ആ കുരച്ചതിന്റെ അർത്ഥം. തനിക്ക് തന്റെ യജമാനനാ വലുത്. നോക്കൂ നിങ്ങൾ, ജർമ്മൻ കോടതിയിൽ ഒരു കേസ് നടന്നു. ഗവൺമെന്റിന്റെ ചെലവിൽ നടത്തപ്പെടുന്ന ഒരു മൃഗശാല സംരക്ഷിക്കപ്പെടാൻ, അവിടെയുള്ള മൃഗങ്ങളെ പരിപാലിക്കാൻ ഏൽപ്പിക്കപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനുണ്ടായിരുന്നു. ആ ഉദ്യോഗസ്ഥൻ പലരും പലരെയും, ആനകളെ നോക്കുന്നവരുണ്ട്, കുരങ്ങന്മാരെ നോക്കുന്നവരുണ്ട്, പട്ടിയെ നോക്കുന്നവരുണ്ട്, പക്ഷികളെ നോക്കുന്നവരുണ്ട്. കൂട്ടത്തിൽ പട്ടിയെ പരിപാലിക്കേണ്ട ഉദ്യോഗസ്ഥൻ തന്റെ കീഴിലുള്ള പട്ടികളെ മൃഗീയമായി തല്ലി മുറിവേൽപ്പിക്കുകയും ആ വേദന കൊണ്ട്, രക്തമൊലിച്ച് വേദന കൊണ്ട് പെടയുന്നു ഈ പട്ടി. പരിസരത്തുള്ള ആളുകൾക്ക് അത് പ്രയാസമായി. ഈ ഉദ്യോഗസ്ഥന്റെ ക്രൂര മനസ്സ് പട്ടിയെ തല്ലി മുറിവേൽപ്പിച്ച് രക്തമൊലിപ്പിച്ച് പട്ടിയുടെ കരച്ചിലും ഈ ദയനീയ രംഗവും പരിസരത്തുള്ള ആളുകൾക്ക് കാണാൻ പറ്റാതെ ജർമ്മൻ കോടതിയിൽ അവർ കേസ് കൊടുത്തു.
ഒരു മൃഗത്തെ പോലും ഈ വിധത്തിൽ ആക്രമിക്കുന്ന ദുഷ്ടമനസ്സിന്റെ ഉടമയെ മാന്യമായി ശിക്ഷിക്കണമെന്നാണ് കേസ്. കോടതി വിചാരണ ചെയ്തു. കോടതി വിചാരണ ചെയ്തപ്പോൾ ഗവൺമെന്റിന്റെ പൊതുമുതൽ, മിണ്ടാപ്രാണിയായ ജീവി, എല്ലാ നിലക്കും ഈ മനുഷ്യൻ ആ മൃഗത്തെ ആക്രമിച്ചിട്ടുണ്ടെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഈ ക്രൂര മനസ്സിന്റെ ഉടമയെ കൊണ്ട് ലോകത്താർക്കും ഒരു ഗുണമില്ലെന്ന് മനസ്സിലാക്കിയ കോടതി, ജർമ്മൻ കോടതി, ഈ മനുഷ്യനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. രാജ്യത്ത് സംഭവിച്ചതാ. ആ പത്രം ഇന്നും എന്റെ കയ്യിൽ സൂക്ഷിപ്പുണ്ട്. ജർമ്മൻ കോടതി അയാളെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. കയ്യാമം വെക്കപ്പെട്ടുകൊണ്ട് കൂട്ടിൽ നിൽക്കുന്ന പ്രതിയെ കോടതിയുടെ മുമ്പിൽ പറഞ്ഞു, ബഹുമാനപ്പെട്ട കോടതി, കോടതി എന്ത് വിധിയും എന്നിൽ നടപ്പാക്കാം. പക്ഷേ ഒരു കാര്യം, എന്നെ മാത്രമേ വിചാരണ ചെയ്തിട്ടുള്ളൂ. എന്നിൽ നിന്ന് അടികിട്ടിയ പ്രതിയെയും കൂടി വിചാരണ ചെയ്യേണ്ടതില്ലേ? ആ പട്ടിയെ വിചാരണ ചെയ്യാതെ എന്നെ തൂക്കിക്കൊല്ലാൻ വിധിച്ചത്, എനിക്കൊരു അഭിപ്രായമുണ്ട്, എന്നിൽ നിന്ന് അടികിട്ടിയ പട്ടിയെയും കൂടി വിചാരണ ചെയ്യണം. കോടതി പറഞ്ഞു ശരിയാണ്. ഉടനെ ഉത്തരവിട്ടു. ഉദ്യോഗസ്ഥന്മാർ പോയി പട്ടിയെ കൂട്ടിക്കൊണ്ടുവന്നു. തിങ്ങി നിൽക്കുന്ന ജനക്കൂട്ടത്തിനിടയിലൂടെ ചങ്ങലയിൽ ബന്ധിച്ച പട്ടി കോടതി വളപ്പിലേക്ക് കടന്നു വരുമ്പോൾ ആ കൂടി നിൽക്കുന്ന ജനങ്ങൾക്കിടയിൽ പട്ടി ആരെയോ ഒരാളെ ശ്രദ്ധിക്കുന്നുണ്ട്. ആരെയാണ് ശ്രദ്ധിക്കുന്നത്? തന്റെ യജമാനനെ. കോടതിയിൽ വന്നു നോക്കിയപ്പോ ഈ പട്ടി കാണുന്നത് തന്നിൽ നിന്ന് തനിക്ക് ധാരാളം അടികിട്ടിയ, മുറിവേൽപ്പിച്ച, വേദനിപ്പിച്ച, ക്രൂരമായി മർദ്ദിച്ച തന്റെ യജമാനൻ രണ്ട് കൈയും ചങ്ങല വെക്കപ്പെട്ടുകൊണ്ട് കോടതി കൂട്ടിൽ നിൽക്കുന്ന രംഗമാണ് കണ്ടത്. ഈ പട്ടി തന്റെ യജമാനന്റെ കഴുത്തിലേക്ക് അങ്ങ് ചാടി രണ്ട് തോളിലും കൈവച്ചുകൊണ്ട് ആ പട്ടി തന്റെ യജമാനന്റെ രണ്ട് കവിൾത്തടത്തിലും തുരുതുര ചുംബിച്ചു. കണ്ണുനീരൊലിപ്പിച്ചപ്പോൾ നേരത്തെ തൂക്കിക്കൊല്ലണമെന്ന് ഏത് കസേരയിൽ ഇരുന്നു കൊണ്ട് ഏത് ജഡ്ജി വിധി പറഞ്ഞോ, അതേ ജഡ്ജി തന്നെ പറയുന്നു, അടികിട്ടിയ പട്ടിക്ക് പരാതിയില്ലാത്തത് കൊണ്ട് ഇദ്ദേഹത്തെ വെറുതെ വിടാം. ജർമ്മൻ കോടതി ആ മനുഷ്യനെ വെറുതെ വിട്ടു. എന്താ കാരണം? അടികിട്ടിയ പട്ടിക്ക് പരാതിയില്ല, അതുകൊണ്ട് ഇദ്ദേഹത്തെ തൂക്കിക്കൊല്ലരുത്. എന്നെ തല്ലിയത് ഈ മനുഷ്യനാണെങ്കിലും എനിക്ക് ഭക്ഷണം തന്നതും ഈ മനുഷ്യൻ തന്നെയാണെന്ന ചിന്ത ആ പട്ടിയിൽ നിന്ന് പ്രകടമായി എന്നതാണ് സത്യമെങ്കിൽ, എന്നെ സൃഷ്ടിച്ചു ഇത്രയും കാലം ഒരു രോഗമില്ലാതെ, കേടുപാടില്ലാതെ, ശുദ്ധമായ ഓക്സിജൻ ശ്വസിക്കാൻ തന്ന റബ്ബ് ഒരിക്കലും അത് ബന്ധാക്കാതെ എനിക്ക് സൗകര്യം ചെയ്തു തന്നിട്ട് ആ അല്ലാഹുവിന് ഒരു അൽഹംദുലില്ല പറയാൻ മനുഷ്യവർഗമേ നമ്മൾ തയ്യാറായിട്ടില്ലെങ്കിൽ ഈ പട്ടിയേക്കാൾ നമ്മൾ അതപ്പതിച്ചു പോയില്ലേ? ഒരു മനുഷ്യന് പട്ടിയുടെ വില പോലും ഇല്ലാതെയായില്ലേ? താനിരിക്കുന്നിടത്ത് താനിരുന്നില്ലെങ്കിൽ താനിരിക്കുന്നിടത്ത് നായ ഇരിക്കുമെന്ന് പഴയകാല കാരണവന്മാർക്കൊരു പഴമൊഴിയുണ്ട്, ഒരു ആപ്തവാക്യമുണ്ട്. കറക്റ്റാണ്, 100% സത്യമാണ്. ഇന്നോ കഴിഞ്ഞ തലമുറയിൽ ഒരു പള്ളിയുടെ മെഹ്റാബിൽ നിന്ന് ഒരു രാജ്യത്തെ കാരണവരോ ഒരു പണ്ഡിതനോ ഒരു ശബ്ദം അങ്ങ് പുറപ്പെടുവിച്ചാൽ ആ പണ്ഡിതന്റെ ശബ്ദം ആ കാരണവരുടെ ശബ്ദത്തിനെതിരിൽ സംസാരിക്കുന്ന ഒരു വ്യക്തി ഈ രാജ്യത്തില്ലായിരുന്നു. സുൽത്താൻ ബത്തേരിയിലെ മുത്തങ്ങക്ക് സമീപം, സുൽത്താൻ ബത്തേരിക്ക് സമീപം മുത്തങ്ങയിലെ ആദിവാസികൾക്ക് നേരെ എവിടെ നിന്നോ ഒരു ആക്രമണത്തിന്റെ സ്വരം പാഞ്ഞെടുത്തപ്പോൾ ഇന്ത്യൻ പാർലമെന്റും കേരള നിയമസഭയും ആഴ്ചകളോളം സ്തംഭിച്ചിട്ടുണ്ട്. 10,000-കണക്കിന് മുഅ്മിനീങ്ങളെ നരവേട്ട നടത്തിയിട്ട് 2 മിനിറ്റ് ഇന്ത്യൻ പാർലമെന്റ് സ്തംഭിച്ചിട്ടില്ല. കേരള നിയമസഭ സ്തംഭിച്ചിട്ടില്ല. ചരിത്രത്തിൽ ഒരു ആദിവാസിയുടെ വില ഇവിടുത്തെ മുഅ്മിനീങ്ങൾക്കില്ലാതെ പോയില്ലേ? ഒരു ആദിവാസിന്റെ വില പോലും ഈ മുഅ്മിനീങ്ങൾക്കില്ലാതെ പോയില്ലേ? 100 കൊല്ലം മുഅ്മിനീങ്ങൾ സുജൂദ് ചെയ്ത ബാബറാൽ നിർമ്മിക്കപ്പെട്ട മുസ്ലിം പള്ളി മുസ്ലിമീങ്ങൾക്ക് നഷ്ടപ്പെട്ടപ്പോൾ ഇവിടെയുള്ള മുഴുവൻ മുഅ്മിനീങ്ങളും ശബ്ദിച്ചിട്ട് അതിന് അനുകൂലമായ ഒരു വിധി, ഒരു പ്രസ്താവന പറയാൻ ഈ രാജ്യത്താളുണ്ടായില്ല. നമ്മുടെ വാക്കിന് എന്ത് വിലയുണ്ട്? എന്താ കാരണം?
ലഹും ഖുലൂബുൻ ലാ യഫ്ഖഹൂന ബിഹാ വലഹും അഅ്യുനുൻ ലാ യുബ്സിറൂന ബിഹാ വലഹും ആദാനുൻ ലാ യസ്മഊന ബിഹാ ഉലൈക കല്ലൻആമി ബൽ ഹും അദല്ലൂ. അല്ലാഹു തന്ന ഹൃദയം, അല്ലാഹു തന്ന കണ്ണ്, അല്ലാഹു തന്ന ചെവി, അത് ഉപയോഗിക്കാൻ റബ്ബ് പറഞ്ഞ മാർഗത്തിൽ ഉപയോഗിക്കാതെ, അത് അല്ലാഹുക്ക് ശുക്ർ ചെയ്യാതെ, സത്യം കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്ത് ഉൾക്കൊള്ളാൻ തയ്യാറാവാതെ മനുഷ്യൻ തോന്നിവാസത്തിന്റെ പിന്നാലെ അവന് തോന്നിയതുപോലെ ജീവിച്ചപ്പോൾ ഉലൈക കല്ലൻആം, മനുഷ്യത്വം നശിച്ച മൃഗതുല്യരാണ് എന്ന് പറഞ്ഞാൽ മൃഗം പ്രതിഷേധിക്കും. ബൽഹും അദല്ലൂ, മൃഗത്തെക്കാൾ അധപ്പതിച്ചവനാണ് മനുഷ്യൻ. അൻആമിനേക്കാൾ അധപ്പതിച്ചാൽ ആരാകും? അൻആം, ആട്, മാടൊട്ടകം, അതിനേക്കാൾ അധപ്പതിച്ചാൽ പിന്നെ മനുഷ്യൻ ആരാവാനുള്ളത്? പട്ടി തന്നെ. തനി പട്ടിയുടെ അവസ്ഥയിലേക്ക്, അതിനേക്കാൾ മോശമായ അവസ്ഥയിലേക്ക് മനുഷ്യൻ നീങ്ങി. എന്തുകൊണ്ട്? അള്ളാഹു ചെയ്തു തന്ന നിഅമത്തുകൾ മനസ്സിലാക്കുന്നില്ല. ആ നിഅമത്ത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉപയോഗിക്കുന്നില്ല. അള്ളാഹു പറയുന്നു, അള്ളാഹു കൽപ്പിക്കുന്നു, ഇത് മനുഷ്യനൊരു വിലയേ ഇല്ല. മനുഷ്യൻ ഇന്ന് എന്തു മതി? ആധുനിക യുഗത്തിന്റെ വേണ്ടാത്തരങ്ങൾക്കും പരിഷ്കാരങ്ങൾക്കും പിന്നാലെ പോയി പടച്ച റബ്ബിന്റെ തീരുമാനങ്ങൾക്കും നിയമങ്ങൾക്കും കൽപ്പനകൾക്കും ഒരു വിലയും കൽപ്പിക്കാതെ ജീവിച്ചപ്പോ ഒരു ആദിവാസിയുടെ വില പോലും ഇല്ലാത്തൊരവസ്ഥയിൽ ഈ സമൂഹം തരം താഴ്ത്തപ്പെട്ടു പോയില്ലേ? ശത്രുവിനെ ഭരണത്തിൽ കൊണ്ടുവരും. ആ ശത്രുവിനാൽ മുസ്ലിമീങ്ങൾ അടിച്ചമർത്തപ്പെടും. ഇത് ഖുർആൻ പഠിപ്പിച്ച പാഠമാണ്. സൂറത്തുൽ ഇസ്രാഇന്റെ തുടക്കത്തിൽ ഈ സംഭവം സവിസ്തരം അല്ലാഹു ഉദാഹരണ സഹിതം പറഞ്ഞിട്ടുണ്ട്. ബൈത്തുൽ മുഖദ്ദസ് പള്ളി സുലൈമാൻ നബി അലൈഹിസ്സലാം പുതുക്കി പണിതിട്ടുണ്ട്. ആ സുലൈമാൻ നബി നിർമ്മിച്ച പള്ളി പിന്നീട് അത് ശത്രുവിന്റെ കരങ്ങളിലെത്തി മുസ്ലിമീങ്ങളെ കൊന്നൊടുക്കിയിട്ടുണ്ട്. പണ്ട് കാലത്തെ ചരിത്രം സൂറത്തുൽ ഇസ്രാഇന്റെ തുടക്കത്തിൽ അല്ലാഹു പറഞ്ഞ വലിയൊരു പാഠമാണത്. അള്ളാഹുവിന്റെ കൽപ്പന ധിക്കരിച്ചാൽ ശത്രുവിനെ അല്ലാഹു ഭരണത്തിൽ കൊണ്ടുവരും. ആ ശത്രുവിനാൽ ഈ സമൂഹത്തെ നശിപ്പിക്കപ്പെടും. എത്രയോ ചരിത്രങ്ങൾ ഇസ്ലാമിലുണ്ട്. ഇന്നും അതല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിനെ പേടിയില്ലാതെ മനുഷ്യൻ തോന്നിവാസിയായി ജീവിക്കുക. കള്ളിന്റെ പിന്നിൽ, പെണ്ണിന്റെ പിന്നിൽ, വ്യഭിചാരം ഒരു പ്രശ്നമേ അല്ല. തോന്നിയവന്റെ കൂടെ ഇറങ്ങി ഒളിച്ചോടി പോകാൻ ഒരു മടിയുമില്ല. എന്തൊരു മഹാ തെറ്റാണ് വ്യഭിചാരം. കള്ളു കുടിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നിരിക്കുന്ന ഈ ശരീരവും അനുഗ്രഹങ്ങളും എല്ലാം വിസ്മരിച്ച് ഇബ്ലീസ് തോന്നിപ്പിക്കുന്നതിന് വഴിപ്പെട്ടു കൊടുക്കുന്നു മനുഷ്യൻ. ഒരാൾ കള്ളു കുടിച്ചാൽ 10 മില്ലി കള്ള് മദ്യം വയറ്റിലേക്ക് കടന്നാൽ, ലഹരി ഉപയോഗിച്ചാൽ യുഖ്ശാ അലൈഹി സൂഉൽ ഖാതിമ, അവസാനം ഈമാൻ ഇല്ലാതെ മരിക്കും. പേടിക്കണം. ഈമാൻ കിട്ടിയ മനുഷ്യൻ മരിക്കുമെന്നില്ല. ഈമാൻ ഇല്ലാതെ മരിക്കും. പേടിക്കണം. 10 മില്ലി മദ്യം വയറ്റിലേക്ക് കടന്നാൽ. ലോകത്തെ ഏറ്റവും വലിയ തെറ്റെന്താണ്? സഹാബത്തിനിടയിൽ ഒരു ചർച്ചയുണ്ടായി. ലോകത്തെ ഏറ്റവും വലിയ തെറ്റ് എന്താണ്? ലോകത്തെ ഏറ്റവും വലിയ തെറ്റ് സഹാബത്ത് പലരും പറഞ്ഞു വ്യഭിചാരമാണ്, കൊലപാതകമാണ്. പലരും പല അഭിപ്രായങ്ങളും പറഞ്ഞു. അപ്പോൾ സഹാബത്ത് പറഞ്ഞു, നിങ്ങൾക്ക് തോന്നിയ അഭിപ്രായം പറഞ്ഞാ പോരാ, അള്ളാഹുവിന്റെ റസൂലിന്റെ നാവിൽ നിന്ന് കേട്ടിട്ടുണ്ടോ അത് പറയണം. അങ്ങനെ പറയണമെങ്കിൽ ആധികാരികമായി പറയാൻ അർഹതപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയണം. അദ്ദേഹത്തിനാണത് പറയാൻ കൂടുതൽ ചാൻസ്. നോക്കുമ്പോൾ സദസ്സിൽ അബ്ദുല്ലാഹ് ഇബ്നു ഉമർ ഇല്ല റളിയല്ലാഹു അൻഹുമാ. ഉടനെ തന്നെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അബ്ദുല്ലാഹ് ഇബ്നു ഉമറിനെ കൂട്ടിക്കൊണ്ടുവരൂ, അല്ലെങ്കിൽ പോയി ചോദിച്ചിട്ട് വരൂ. സദസ്സിൽ നിന്ന് പ്രതിനിധി പോയി അബ്ദുല്ലാഹ് ഇബ്നു ഉമറിനോട് ചോദിച്ചു,
നിങ്ങൾ കേട്ടിട്ടുണ്ടോ അള്ളാഹുവിന്റെ റസൂൽ പറയുന്നതായിട്ട് ലോകത്തെ ഏറ്റവും വലിയ തെറ്റെന്താ? അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂൽ പറയുന്നത് അവിടുത്തെ നബുവത്തിന്റെ നാവിൽ നിന്ന് വന്ന ശബ്ദം ഞാൻ കേട്ടിട്ടുണ്ട്, ലോകത്തെ ഏറ്റവും വലിയ തെറ്റ് മദ്യപാനമാണ്. ഈ വിവരം വന്ന് സ്വഹാബത്തിന്റെ മുമ്പിൽ പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പോലെ പ്രമുഖരായ സ്വഹാബികൾ തന്നെ അത്ഭുതം പ്രകടിപ്പിച്ചു. ഏറ്റവും വലിയ തെറ്റ് കള്ളുകുടിയാണോ? അത് വിശ്വാസം വരാൻ വേണ്ടി, ബോധ്യപ്പെടാൻ വേണ്ടി അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ വരുത്തി സദസ്സിൽ ചർച്ച ചെയ്തേ പറ്റൂന്നായി. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ വരുത്തി സദസ്സിന് മുമ്പിൽ ചോദിച്ചു, അബ്ദുല്ലാ, നീ കേട്ടിട്ടുണ്ടോ റസൂലുള്ള പറയുന്നതായിട്ട്? അബ്ദുല്ലാഹി ഇബ്നു ഉമർ തങ്ങൾ പറഞ്ഞു, ഞാൻ കേട്ടിട്ടുണ്ട്, അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ തെറ്റ് മദ്യപാനമാണ്, കള്ളുകുടിയാണ്. എന്താ കാരണം? ഞാൻ ഒരാളെ കയ്യിൽ കത്തി കൊടുത്തിട്ട് നീ അവനെ പോയി കൊല്ലടാന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ പെട്ടെന്നതിന് തയ്യാറാകില്ല. നീ ഒരു പെണ്ണിനെ പോയി വ്യഭിചരിക്കൂ എന്ന് പറഞ്ഞാലും ഒരു പക്ഷേ പെട്ടെന്നവൻ തയ്യാറാവുകയില്ല. നീ പോയിട്ട് ആ ബാങ്ക് കൊള്ളയടിച്ചു വരൂ എന്ന് പറഞ്ഞാലും ആ മനുഷ്യനതിന് തയ്യാറായെന്ന് വരില്ല. അതേ സമയത്ത് ഒരൽപ്പം മദ്യം അവന്റെ വയറ്റിലേക്ക് കടത്തിവിടാൻ സാധിച്ചാൽ, ലഹരി ബാധിച്ച സമയത്ത് അവന്റെ കയ്യിൽ കത്തി കൊടുത്തിട്ട് നീ അവനെ പോയി കുത്തിക്കൊല്ലടാ എന്ന് പറഞ്ഞാൽ ഈ മദ്യപാനി ലഹരി മൂത്തിട്ട് ആ മനുഷ്യനെ നിരപരാധിയെ പോയി കൊല്ലും. ഒരു പെണ്ണിനെ കാണിച്ചു കൊടുത്തിട്ട് ലഹരി പിടിച്ച് മത്തായ സമയത്ത് നീ പോയിട്ട് ആ പെണ്ണിനെ വ്യഭിചരിക്കുക എന്ന് പറഞ്ഞാൽ ആ മനുഷ്യൻ ആ പെണ്ണിനെ വ്യഭിചരിക്കും. ഒരു വലിയ ബാങ്ക് കാണിച്ചു കൊടുത്ത്, ഒരു പണത്തിന്റെ കേന്ദ്രം കാണിച്ചു കൊടുത്ത് നീ അത് കൊള്ളയടിച്ചു വാ എന്ന് പറഞ്ഞാൽ മദ്യപാനിയായ മനുഷ്യൻ പോയി ബാങ്ക് കൊള്ളയടിച്ചു വരും. ഒരേ സമയത്ത് 4 തെറ്റ് ചെയ്യിപ്പിക്കാൻ കഴിയും. ഒന്ന് മദ്യപാനം തന്നെ, മറ്റൊന്ന് വ്യഭിചാരം ചെയ്യാൻ കഴിയും, കൊലപാതകം നടത്താൻ പറ്റും, ബാങ്ക് കൊള്ളയടിക്കാനും കവർച്ച ചെയ്യാനും ആ മനുഷ്യനെ കൊണ്ട് കഴിയും. 4 തെറ്റ് ഒരുമിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു തെറ്റാണ് മദ്യപാനം. വ്യഭിചരിക്കാത്തവന്, കൊല ചെയ്യാത്തവന്, കളവ് നടത്താത്തവന് ഇത് 3ഉം ചെയ്യിപ്പിക്കാൻ പറ്റിയ മഹാദുരന്തമാണ്, മഹാതെറ്റാണ് മദ്യപാനം. അതുകൊണ്ട് മദ്യപാനമാണ് ഏറ്റവും വലിയ തെറ്റെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു സദസ്സിന് മുമ്പിൽ പറയുകയാണ്. മുസ്ലിമേ, 10 മില്ലി കള്ള് വയറ്റിലേക്ക് ചെന്നു കഴിഞ്ഞാൽ ഈമാനില്ലാതെ ചത്തുപോകേണ്ടി വരുമെന്ന് ദീനുൽ ഇസ്ലാം മുന്നറിയിപ്പ് നൽകിയെങ്കിൽ അള്ളാഹുവിനെ പേടിയുള്ള, റബ്ബ് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് ബോധമുള്ള, റബ്ബ് തന്ന അനുഗ്രഹങ്ങൾ എണ്ണിയാലൊടുങ്ങാത്ത നിഅമത്തുകൾ ഉപയോഗിച്ചുകൊണ്ട് 2 കാലിൽ നടക്കുന്ന ക്യാൻസർ രോഗം വർദ്ധിച്ചു വരുമ്പോഴും എന്റെ റബ്ബ് എനിക്ക് രോഗം തന്നില്ല, എത്രയോ മാരകമായ രോഗങ്ങൾ കണ്ടുപിടിക്കുന്നു, ഈ സമയത്ത് എനിക്കൊരു രോഗവുമില്ലാതെ എന്റെ റബ്ബ് എന്നെ സംരക്ഷിക്കുന്നു, ഇത്രയും എനിക്ക് ഉപകാരം ചെയ്തു തന്ന റബ്ബിനോട് നന്ദി കെട്ട പണി ചെയ്തുകൂടാ എന്ന നിലക്ക് ആ മദ്യപാനത്തിൽ നിന്ന് പിന്മാറി നിൽക്കണ്ടയോ ചെറുപ്പക്കാരാ? പ്രിയപ്പെട്ട മുഅ്മിനേ, വ്യഭിചാരത്തിന്റെ സ്ഥിതി എന്താണ്? ഇത്രയും വലിയ മദ്യപാനം ശറഇൽ അത് തെറ്റാണ്. പലിശ തിന്നൽ ശറഇൽ തെറ്റാണ്. ശവം തിന്നൽ ശറഇൽ തെറ്റാണ്. ചത്തത് തിന്നാൻ പാടില്ല. കോഴിയാകട്ടെ എന്താകട്ടെ, ചത്ത ഒരു കോഴിയെ തിന്നുകൂടാ. ഹലാലല്ലാത്ത ഒരു മുതല് തിന്നുകൂടാ. ഹലാല് എന്ന് ബോർഡ് എഴുതി വെച്ചത് കൊണ്ട് ആ ഹോട്ടലിൽ കിട്ടുന്നതൊക്കെ ഹലാലാകണമെന്നില്ല. മുമ്പൊരിക്കൽ ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് മലപ്പുറത്തേക്ക് യാത്ര ചെയ്യുമ്പോ സ്ഥലവും അഡ്രസ്സൊന്നും പറയുന്നില്ല, ഇതിലൂടെ ഇങ്ങനെ കാറിന് പോകുമ്പോ ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് എന്താ അവിടെ കഴിക്കാനുള്ളത്? കഴിക്കാനുള്ളത് പോർക്കുണ്ട്, പലതും എണ്ണി പറഞ്ഞു. ചോദിക്കാൻ പോയ ആള് പോയതിലേറെ സ്പീഡിൽ തിരിച്ചു വന്നു.
ഇപ്പൊ ഈ ഹോട്ടലിൽ നിന്ന് ഒരാൾ ഇറങ്ങി വന്നിട്ട് പറഞ്ഞ് അത് സെക്ഷൻ വേറെയാണ്, ഇത് സെക്ഷൻ വേറെ, 2 സെക്ഷനാ. ഈ പന്നിയിറച്ചി കഴുകണ ആ പാത്രത്തിൽ തന്നെയല്ലേ, ആ വെള്ളത്തിലും അതിലിട്ടിട്ട് തന്നെയല്ലേ ചപ്പാത്തി തിന്നവന്റെയും കോഴി തിന്നവന്റെയും പാത്രം കൊണ്ടുപോയി കഴുകണത്? ഈ പന്നിയിറച്ചി തിന്നുന്നവൻ കുടിച്ച ഗ്ലാസ് തന്നെയല്ലേ പൊറോട്ട തിന്നുന്നവനും ചായ കൊണ്ടുപോയി കൊടുക്കുമ്പോൾ വെച്ചു കൊടുക്കുന്നത്? ഇത് രണ്ടും കഴുകണത് ഒരു പാത്രത്തിലല്ലേ? നജീസായില്ലേ ആ പാത്രം? എന്തുമാത്രം ഗുരുതരാവസ്ഥ! 15-20 കൊല്ലം മുമ്പാണ് സംഭവം. ഇന്നത് എത്ര സാർവത്രികമായിട്ടുണ്ട്, നമ്മുടെ നാടുകളിൽ വ്യാപിച്ചിട്ടുണ്ട്. ചത്തത് തിന്നാൻ പാടില്ല, നജിസ് തിന്നാൻ പാടില്ല. എന്നിട്ട് പന്നിയിറച്ചിയുടെ പാക്കറ്റ് അല്ല, അതിനൊന്ന് ഞാൻ കണ്ടതാണ് കുറെ കൊല്ലങ്ങൾക്ക് മുമ്പ്. ഇപ്പൊ അത് സാധാരണ ഈ ഫസാദ് ബുക്കിലും വാട്സപ്പിലൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട്. എന്താണ്? മദ്ബൂഹത്തുൻ അലാ തരീഖത്തിൽ ഇസ്ലാം, ഇസ്ലാമിക വിധി പ്രകാരം അറുത്തത് പന്നിയിറച്ചി. കഅബത്തിന്റെ ഉള്ളിൽ ചേർത്ത ഈ സാധനം ഹലാലാവോ? പന്നിയിറച്ചിന്റെ പെട്ടിമേൽ എഴുതി വെച്ചിരിക്കുകയാണ്. ഓരോ വലിയ ഹൈപ്പർ മാർക്കറ്റുകളിൽ, സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ ചെന്നാൽ ഇറച്ചികളൊക്കെ പല സൈസ്, ബീഫ് വേറെ, ചിക്കൻ വേറെ, ഒക്കെ ഇങ്ങനെ മട്ടനൊക്കെ കൃത്യമായിട്ട് മുറിച്ച് കൊണ്ടുപോയി വേവിച്ചാൽ മതി. കണ്ടാൽ തന്നെ അതിനെ ഭംഗി കൊണ്ട് വാങ്ങാൻ തോന്നിപ്പോവും. അത്ര സുന്ദരമായി പാക്കറ്റ്. പക്ഷെ ആ പാക്കറ്റ് മേൽ എഴുതി വെച്ചിരിക്കുക മദ്ബൂഹത്തുൻ അലാ തരീഖത്തിൽ ഇസ്ലാം, ഇസ്ലാമിക ശരീഅത്ത് വിധി പ്രകാരം അറുത്തത്. ബിസ്മി ചൊല്ലി അറുത്തത്, 5 വഖ്ത് നിസ്കരിക്കുന്നവൻ അറുത്തത്, നല്ല ഒന്നാന്തരം മുഅ്മിൻ ഖിബിലാക്ക് നേരെ ചരിച്ചു കിടത്തി ബിസ്മി ചൊല്ലി ഹൽഖ് നോക്കി അറുത്തത് പന്നിയിറച്ചി. ഇത് സുലഭമാണിന്ന്. ഹലാല് എന്ന് ഹോട്ടലിന്റെ മുന്നിൽ എഴുതി വെച്ചത് കൊണ്ടൊക്കെ ഹലാലാന്ന് മനസ്സിലാക്കരുത്. അവിടെ കയറി ഭക്ഷണം കഴിക്കുമ്പോ ഞാൻ എന്തായാലും പന്നിയിറച്ചി എടുക്കണില്ല, തിന്നുന്നവര് തിന്നോട്ടെ എന്ന് വെക്കാനും പറ്റില്ല. ഈ പന്നിയിറച്ചി കഴുകുന്ന, അത് ഉപയോഗിക്കുന്ന, അത് പാകം ചെയ്യുന്ന അതേ മനുഷ്യന്മാരും അതേ കൈയും അതേ പാത്രവും അതേ കത്തിയും ആ വെള്ളവുമാണ് അല്ലാത്തതിനും ഉപയോഗിക്കുന്നതെങ്കിൽ ഈ പാത്രവും ആ കൂട്ടത്തിൽ നജിസായില്ലേ? അതല്ലേ നമ്മൾ തിന്നുന്നത്? അവൻ നജിസ് തിന്നാൻ പാടില്ല, ശവം തിന്നാൻ പാടില്ല, കള്ള് കുടിക്കാൻ പാടില്ല. എന്നാൽ ഒരു മനുഷ്യൻ കള്ള് വായിലേക്ക് ഒഴിച്ചു, കുടിക്കടാ ഇത്, കുടിച്ചില്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും, മൂർച്ചയുള്ള ഒരു കത്തി കഴുത്തിൽ വെച്ചുകൊണ്ട് നിന്നെ ഞാൻ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി ഏറ്റവും വലിയ ഒരു ഗുണ്ടത്തലവൻ കൊല്ലാൻ വേണ്ടി നമ്മളെ തയ്യാറായി നിൽക്കുന്നു. ഇവനാണെങ്കിൽ ആ പറഞ്ഞത് ചെയ്യും. പേടിക്കണം അവനെ, അവൻ അങ്ങനത്തെ തെമ്മാടിയാണ്. രക്ഷപ്പെടാൻ എന്താ മാർഗം? കുടിച്ചാൽ എന്നെ കൊല്ലില്ല, കുടിച്ചില്ലെങ്കിൽ എന്നെ കൊല്ലും. ശറഅ എന്ത് പറയുന്നു? ഇത്ര മാരകമായ തെറ്റ് നിർണായക ഘട്ടത്തിൽ ജീവൻ രക്ഷിക്കാൻ വേണ്ടി, നിന്റെ മരണത്തിനെ തൊട്ട് രക്ഷപ്പെടാൻ വേണ്ടി ഇങ്ങനത്തെ ഒരു സാഹചര്യം വന്നാൽ ആ വായിൽ ഒഴിച്ചു തന്ന കള്ള് നീ താഴോട്ടിറക്കിയെങ്കിൽ അല്ലാഹു നിന്നെ ശിക്ഷിക്കുകയില്ല. ശരീഅത്തിന്റെ നിയമമാണ്. പക്ഷെ ഇത് ദുരുപയോഗം ചെയ്യരുത്. അതിന്റെ സാഹചര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. ആ ഒരു സാഹചര്യത്തിലെ അനുവദിക്കപ്പെടൂ. ശവം തിന്നാൻ പാടില്ല. പക്ഷെ ശവമല്ലാതെ മറ്റൊന്നും തിന്നാൻ കിട്ടിയില്ല. ഒരു കോഴി ചത്തു കിടക്കുന്നു, ആ കോഴിനെ തിന്നാലേ ജീവൻ നിലനിർത്താൻ കഴിയൂ. വേറെ ഒരു സാധനവും തിന്നാനില്ല. ഇന്നത്തെ പോലെയല്ല. ഇന്നെന്താ? ഇന്ന് അൽഫാമും ചിക്കനും ഒക്കെ തിന്നണ്ടേ, അതല്ലാത്ത തിന്നാൻ കിട്ടാനില്ലേ? കോഴി തിന്നില്ലെങ്കിൽ ജീവിക്കാൻ കഴിയില്ലേ? തികച്ചും കഴിയും. അങ്ങനത്തെ ഒരു സ്ഥലത്താണ് കോഴി പോയി തിന്നുന്നത്. കോഴി തിന്ന് അതല്ല വിധിയെ പറയില്ല. തിന്നാതെ ജീവിക്കാൻ ഒരാൾ വിചാരിച്ചാൽ നടക്കും. ആ സാഹചര്യമല്ല പറയുന്നത്. ദുബൈയിൽ നിന്ന് പറന്നു പൊങ്ങിയ ഒരു വിമാനം മംഗലാപുരത്തെ എയർപോർട്ടിന് മുമ്പിൽ ലാൻഡ് ചെയ്തപ്പോൾ പൊട്ടി ചിന്നിച്ചിതറി കത്തിക്കരിഞ്ഞ് ഭൂമിയിലേക്ക് വീണു. ഒരു മനുഷ്യൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടു, അല്ലെങ്കിൽ 2-3 മനുഷ്യൻ രക്ഷപ്പെട്ടു. 100 കണക്കിന് മനുഷ്യന്മാർ മംഗലാപുരത്തിൽ ലാൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫ്ലൈറ്റിൽ നിന്ന് കരിഞ്ഞ് താഴോട്ട് വീണു. ഏതോ കാട്ടിലാണ് വിമാനം കരിഞ്ഞു മറിഞ്ഞു വീണത്.
ആ കാട്ടിൽ വീണ മനുഷ്യൻ രക്ഷപ്പെട്ട് പോരുമ്പോ ഇദ്ദേഹം എയർപോർട്ടിലേക്ക് പോകുന്നതിന് മുൻപ് തന്റെ റൂമിൽ നിന്ന് ഭക്ഷണം കഴിച്ചപ്പോ നാട്ടിലേക്ക് പോകുന്ന ധൃതി കൊണ്ട് വാരി വലിച്ചു തിന്നിട്ട് വിശപ്പ് തീരുന്ന രൂപത്തിലൊന്നും കഴിച്ചിട്ടില്ല. 3 മണിക്കൂർ മുമ്പ് എയർപോർട്ടിലെത്തി, 5 മണിക്കൂർ മുമ്പ് തിന്നതാ. ഫ്ലൈറ്റ് 4 മണിക്കൂർ പറന്നു, 8-9 മണിക്കൂറായി ഭക്ഷണം കഴിച്ചിട്ട്. ആ മനുഷ്യൻ എല്ലാം കത്തി നശിച്ച് പേടിച്ച് വേജാറായി എങ്ങനെയോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടതാ. എവിടെയാ? ഒരു ഹോട്ടലിന് മുമ്പിലല്ല വീണത്. ഇത് കെട്ടിപ്പടച്ച് ഭാവനാ സൃഷ്ടിയല്ലത്, ഉണ്ടായ യാഥാർത്ഥ്യമാണ്. മംഗലാപുരത്ത് വെച്ച് ആ മനുഷ്യൻ കാട്ടിൽ നിന്ന് ടൗണിലേക്ക് മുൾച്ചെടികൾക്കിടയിൽ കല്ലും മുള്ളും നിറഞ്ഞ വഴികൾക്കിടയിൽ കൂടി ആ മനുഷ്യൻ ഇങ്ങനെ നടന്നു പോരുമ്പോ ഞാൻ ഇപ്പോൾ മരിക്കും എന്ന് അയാൾക്ക് തോന്നി. അവിടെ ഒരു കോഴി ചത്തു കിടക്കും. ഈ ചത്ത കോഴിനെ തിന്നില്ലെങ്കിൽ ഞാൻ മരിക്കുമെന്ന് തോന്നിയാൽ അയാൾക്ക് എന്താവാം? അത് ഹലാൽ അല്ലെങ്കിലും തനി പച്ച ഹറാമാണിത്, ശവമാണ്. അതിനയാൾക്ക് പച്ചയോടുകൂടി തിന്നാം. ആ കിടക്കുന്നത് മനുഷ്യ ശരീരമാണെങ്കിലോ, ഒരു മനുഷ്യനാണ് കിടക്കുന്നതെങ്കിൽ ആ മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് മാംസം കടിച്ചു പറിച്ചു തിന്നാം. വേവിക്കാൻ സൗകര്യമുണ്ട്. ചത്ത കോഴിനെ വേവിച്ചു തിന്നാം. മനുഷ്യ ശരീരം വേവിക്കാൻ പാടില്ല. അങ്ങനെ ഒരു മനുഷ്യരെ തിന്നേണ്ടി വന്നെങ്കിൽ മനുഷ്യനെ പച്ചക്കേ തിന്നാൻ പാടുള്ളൂ. മനുഷ്യ ശരീരം തീയിലിട്ട് വേവിക്കാൻ പാടില്ല. അത് ആ മനുഷ്യ ശരീരത്തോട് ചെയ്യുന്ന ഹുർമത്ത് കുറവാണ്. മനുഷ്യനെ തിന്നാൻ പറയല്ല, വല്ലപ്പോഴും അങ്ങനത്തെ ഒരു സാഹചര്യം വന്നാൽ മനുഷ്യ ശരീരം വേവിക്കാൻ പാടില്ല, പച്ചക്ക് തിന്നണം. കോഴി അല്ലെങ്കിൽ മറ്റു ജന്തുക്കൾ, ആ കൂട്ടത്തിൽ പന്നിയിറച്ചിയാണെങ്കിൽ പോലും ജീവൻ രക്ഷിക്കാൻ വേണ്ടി തിന്നാം. ഞാൻ എന്തായി പറഞ്ഞതിനർത്ഥം, അള്ളാഹു ഹറാമാക്കിയ പലതും ചില നിർണായക സാഹചര്യങ്ങളിൽ അള്ളാഹു അനുവദിച്ചു തന്നിട്ടുണ്ട്. ചോദ്യം ചെയ്ത് അള്ളാഹു ശിക്ഷിക്കില്ല. അതേസമയം ഒരു പെണ്ണിന് ഒരു പുരുഷൻ പിടിച്ചു വെച്ചു, കൈകാലുകൾ ബന്ധിച്ചു, നിന്നെ ഞാനിപ്പോൾ കൊല്ലും. നേരത്തെ മദ്യപാനിയോട് പറഞ്ഞ പോലെ ഒരു കത്തിയെടുത്തിട്ട് കഴുത്തിൽ വെച്ചു, നിന്നെ ഞാൻ കൊല്ലാൻ പോവാണ്. മര്യാദക്ക് നിന്റെ ശരീരം എനിക്ക് അനുഭവിക്കാനും സുഖിക്കാനും തന്നില്ലെങ്കിൽ ഇവിടെ വെച്ച് ഞാൻ നിന്നെ കൊല ചെയ്യുമെന്ന് ആ ദുഷ്ടനായ മനുഷ്യൻ കത്തി ചൂണ്ടി കഴുത്തിൽ വെച്ചിട്ട് എനിക്കൊന്ന് വ്യഭിചരിക്കാൻ തന്നാൽ ഞാൻ നിന്നെ വിടാം, നിന്നെ കൊല്ലില്ല എന്ന് പറഞ്ഞാൽ ഇസ്ലാമിക വിധി എന്താണ്? ജീവൻ രക്ഷപ്പെടുത്താൻ വേണ്ടി മനുഷ്യനൊന്ന് വ്യഭിചരിക്കാൻ കൊടുക്കാൻ പറ്റുമോ? ഇസ്ലാമിക ശരീഅത്ത് പഠിപ്പിക്കുന്നത്, പെണ്ണേ നീ അങ്ങ് മരിച്ചേക്ക്, എന്നാലും വ്യഭിചരിക്കാൻ കൊടുക്കല്ലേ. ഇബ്നു ഹജർ തങ്ങളുടെ തുഹഫ രേഖപ്പെടുത്തുന്ന മസ്അല, ഒരു പെണ്ണിനോട് ഒരു പുരുഷൻ ആവശ്യപ്പെടുന്നത്, നിന്നെ എനിക്കൊന്ന് വ്യഭിചരിക്കണം, ഇല്ലെങ്കിൽ ഞാൻ നിന്നെ കൊല്ലുമെന്ന് പറഞ്ഞാൽ മരണത്തിന് തയ്യാറായിക്കോ, എന്നാലും വ്യഭിചരിക്കല്ലേ. ഇത്രമാത്രം കടുത്ത തെറ്റാണ് വ്യഭിചാരമെങ്കിൽ ആ വ്യഭിചാരത്തിന് വേണ്ടി അന്യപുരുഷന്റെ കൂടെ ഇറങ്ങി ഒളിച്ചോടി പോകുന്ന പെണ്ണേ, എന്തൊരു വൃത്തികെട്ട നന്ദി കെട്ടവളാണ് നീ. അല്ലാഹുവിന്റെ മുമ്പിൽ നിനക്കുള്ള ശിക്ഷ എന്തായിരിക്കുമെന്ന് നീ മനസ്സിലാക്കിക്കോ. നാട് നീളെ പെണ്ണുങ്ങൾ ഒളിച്ചോടി പോകുക, അന്യപുരുഷൻ കാണുന്നതിന് മടിയില്ല, ഒരു ലജ്ജയുമില്ല. ധരിക്കുന്ന വസ്ത്രങ്ങൾ മാഇലാത്തുൻ മുമീലാത്തുൻ. ഇതാണ് ഇന്നത്തെ സംസ്കാരം. അള്ളാഹുവിനെ പേടിയില്ലേ ഈ വിഷയത്തിൽ? നാളെ റബ്ബിന്റെ മുമ്പിൽ നിന്ന് വിസ്തരിക്കുമെന്ന ബോധമില്ലേ മനസ്സിൽ? വൽതഹ്തജിബ് മുസ്ലിമതുൻ അൻ കാഫിറ വഹകദാ ആഫിഫതുൻ അൻ ഫാജിറ. മുസ്ലിമത്തായ ഒരു പെണ്ണ് അമുസ്ലിമത്തായ ഒരു പെണ്ണിനെ തൊട്ട് മറയണം, നിർബന്ധമായും മറയണം. മാന്യതയുള്ള, ഡീസന്റുള്ള, കുലീനതയുള്ള ഒരു പെണ്ണ്, തെമ്മാടിച്ചിയായ ഒരു പെണ്ണിനെ തൊട്ട് മറയണം. ഒരു ഫാത്തിമയുണ്ട്, നല്ല ഡീസന്റായി ജീവിക്കുന്ന ഫാത്തിമയാണ്, അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്ന, നിസ്കരിക്കുന്ന ഒരു പെണ്ണാണ്. ആ പെണ്ണ് നല്ല തഖ്വയോടെ ജീവിക്കുന്ന പെണ്ണ്,
മറ്റൊരു ആയിഷയുണ്ട്, അവളാണെങ്കിൽ വ്യഭിചാരിയാണ്. വ്യഭിചാരിയായ ആയിഷയെ കാണുമ്പോ വ്യഭിചരിക്കാത്ത ഈ ഫാത്തിമ ആയിഷയെ തൊട്ട് മറഞ്ഞു നിൽക്കണം. വൽതഹ്തജിബ് മുസ്ലിമതുൻ അൻ കാഫിറ വഹകദാ ഫീഫതുൻ അൽ ഫാജിറ. തെമ്മാടിച്ചിയായ പെണ്ണിനെ തൊട്ട് മുസ്ലിം അല്ല ഇബാദത്തിൽ കഴിയുന്ന പെണ്ണ് തന്റെ ശരീരം കാണിച്ചു കൊടുക്കാതെ മറയണം. എങ്കിൽ ഒരു പുരുഷനെ തൊട്ടോ, ഒരു പുരുഷനിൽ നിന്ന് മറഞ്ഞു നിൽക്കണം. എങ്ങനെ മറയണം? അന്യപുരുഷൻ തന്റെ ശരീരം കാണാത്ത വിധത്തിൽ മറയണം. ഇത് അന്യപുരുഷന്മാരെ ആകർഷിപ്പിക്കുന്ന വിധത്തിലാണ് വസ്ത്രധാരണം. ലജ്ജ എന്ന ഒരു സംഗതിയേ ഇന്നില്ല. ഞാൻ നേരത്തെ പറഞ്ഞ ഹാറൂൻ റഷീദ്, 2 മക്കളായിരുന്നു ഹാറൂൻ റഷീദ് ഉണ്ടായിരുന്നത്. ഒന്ന് അമീൻ, മറ്റൊന്ന് മഅ്മൂൻ. അമീൻ പിതാവിന്റെ മരണശേഷം അമീൻ ഭരണത്തിൽ വന്നപ്പോൾ മഅ്മൂൻ അമീനിനെ കൊന്നു. മഅ്മൂൻ ഭരണം പിടിച്ചടക്കി. അമീൻ ഭരണത്തിൽ ഹാറൂൻ റഷീദിന്റെ ഭാര്യ സുബൈദയും ഹാഷിമിയാണ്. നല്ല ഹാഷിമി കുടുംബത്തിൽപ്പെട്ട പെണ്ണാണ്, സയ്യിദത്താണ്. ഈ സയ്യിദത്തായ സുബൈദ കരഞ്ഞു, എന്റെ മോനെ കൊന്നല്ലോ എന്ന് സങ്കടപ്പെട്ടുകൊണ്ട് തന്റെ സ്വന്തം മനസ്സിലെന്തോ പിറുപിറുത്തപ്പോൾ മഅ്മൂൻ ചെന്നിട്ട് ചോദിച്ചു, ഉമ്മ നിങ്ങൾ എന്താ പറഞ്ഞത്? നിങ്ങൾ എന്നെ ശപിച്ചതാണോ? അമീനിനെ ഞാൻ കൊന്നതിന് നിങ്ങൾ എന്നെ ശപിച്ചതാണെങ്കിൽ എന്താണ് നിങ്ങൾ ശപിച്ച ശാപവാക്കെന്ന് എനിക്ക് പറഞ്ഞു തരണം. ഉമ്മ പറഞ്ഞു, മോനെ ഞാൻ നിന്നെ ശപിച്ചതല്ലടാ. പിന്നെന്താ ഉമ്മ പറഞ്ഞത്? അത് ഞാൻ നിന്നെ പറ്റിയല്ല, ഞാൻ എന്നെ പറ്റിയാ പറഞ്ഞത്. ഉമ്മ പറഞ്ഞു തരണം, അല്ലെങ്കിൽ ഞാൻ ഉമ്മാനെ വെറുതെ വിടില്ല. ഞാൻ അമീനിനെ കൊന്നതിന് ഉമ്മ എന്നെ ശപിച്ചതാണെങ്കിൽ അത് പറഞ്ഞു തന്നേ പറ്റൂ. ഉമ്മ പറഞ്ഞു, മോനെ ഞാൻ നിന്നെ അല്ലടാ ശപിച്ചത്, ഞാൻ എന്നെ തന്നെയാ ശപിച്ചത്. എന്താണത്? അത് ഞാനും നിന്റെ വാപ്പയായ ഹാറൂൻ റഷീദും കൂടി ഒരു ദിവസം കൊട്ടാരത്തിന്റെ പ്രൈവറ്റ് റൂമിൽ ഇരുന്നു കൊണ്ട് ചെസ് കളിച്ചു. ചെസ് കളി അനുവദനീയമാണല്ലോ. ആ കളി കളിച്ചപ്പോൾ, കളി തുടങ്ങിയപ്പോൾ ഒരു ഡിമാൻഡ് ഉണ്ട്. ജയിച്ച കക്ഷി ആവശ്യപ്പെട്ടതെന്തോ തോറ്റ കക്ഷി ചെയ്തു കൊടുക്കണം. ഞാൻ ജയിച്ചാൽ ഞാൻ എന്താവശ്യപ്പെട്ടു അത് മറ്റേ ആൾ ചെയ്തു തരണം, തോറ്റ ആൾ ചെയ്തു തരണം. ആ ഡിമാൻഡിലാണ് ഞങ്ങൾ കളിച്ചത്. അന്ന് നിന്റെ വാപ്പയായ ഹാറൂൻ റഷീദാണ്, എന്റെ ഭർത്താവാണ് ജയിച്ചത്. ഞാൻ തോറ്റുപോയി. അങ്ങനെ നിന്റെ വാപ്പ എന്നോട് ആവശ്യപ്പെട്ടു, സുബൈദ നിന്റെ ശരീരം ഇന്ന് വരെ ഞാൻ കണ്ടിട്ടില്ല, നീ എന്റെ ഭാര്യയാണ്. ഒരു ഭർത്താവിന് തന്റെ ഭാര്യയെ എല്ലാ ഭാഗങ്ങളും കാണൽ അനുവദനീയമാണെങ്കിലും ചില പ്രത്യേക ഭാഗങ്ങൾ ഒന്ന് മറച്ചു വെക്കുന്നത് നല്ലതാണ്. മാ റഅ മിന്നി വലാ റഅയ്തു മാ റഅയ്തു മിൻഹു. ഞാൻ റസൂലുള്ളാഹിന്റെ ഗുഹ്യഭാഗം കണ്ടിട്ടില്ല, എന്റെ ഗുഹ്യഭാഗം അല്ലാഹുവിന്റെ റസൂലും കണ്ടിട്ടില്ല. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, അല്ലാഹുവിന്റെ റസൂൽ നോക്കിയിട്ടില്ല. ഒരു ഭർത്താവ് തന്റെ ഭാര്യയുടേത് നോക്കാതിരിക്കലാ മര്യാദ. ഭാര്യ ഭർത്താവിൻ്റെതും നോക്കാതിരിക്കലാണ് അദബ്, മര്യാദ. അങ്ങനെയാണ്. ദാമ്പത്യ ജീവിതത്തിന്റെ സ്നേഹവും കെട്ടുറപ്പും എക്കാലത്തും നിലനിൽക്കാൻ അത് നല്ലതാണ്. നോക്കൽ ഹറാമൊന്നുമല്ല, തെറ്റൊന്നുമല്ല, കറാഹത്താണ്. അങ്ങനെ പ്രിയപ്പെട്ടവരെ, സുബൈദ പറയുകയാണ്, എന്റെ ശരീരം മുഴുവനും നിന്റെ ഭർത്താവിന്, നിന്റെ വാപ്പാക്ക് കാണാം, എന്റെ ഭർത്താവിന് കാണാം. പക്ഷേ സുബൈദയോട് ആവശ്യപ്പെടുന്നത്, സുബൈദ നിന്റെ ശരീരം മുഴുവനും ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല, അതൊന്നെനിക്ക് കാണിച്ചു തരണം. സുബൈദ പറയുന്നു, അത് മാത്രം നിങ്ങൾ എന്നോട് ആവശ്യപ്പെടരുത്. നിങ്ങളെ മുമ്പിൽ, ഭർത്താവും പുരുഷനുമായ നിങ്ങളെ മുമ്പിൽ എന്റെ ശരീരം മുഴുവനും വസ്ത്രമുരിഞ്ഞിട്ട്
പ്രദർശിപ്പിച്ച് ഞാൻ നിന്ന് തരണ്ടേ? എനിക്കതിന് കഴിയില്ല, എന്റെ ലജ്ജ അതിനനുവദിക്കുന്നില്ല. അത് നിങ്ങൾ എന്നോട് ആവശ്യപ്പെടരുത്. നിങ്ങൾ നടന്നു വരുമ്പോ കാൽപാദത്തിന് കീഴിൽ പറ്റിപ്പിടിച്ച പൊടിപടലങ്ങൾ എന്റെ മൃദുലമായ കവിൾത്തടം കൊണ്ട് തുടച്ച് വൃത്തിയാക്കി ഞാൻ തരാം. എന്നാലും ഈ കാര്യം നിങ്ങൾ എന്നോട് ചോദിക്കരുത്. പച്ചയായി എന്റെ ശരീരത്തിലെ ചർമ്മം വലിച്ചെടുക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് എന്റെ ശരീരം വസ്ത്രം മുഴുവനും ഉരിഞ്ഞ് നഗ്നമായി നിങ്ങളെ മുമ്പിൽ നിന്ന് തരുന്ന കാര്യം മാത്രം ചോദിക്കരുത്. ഭർത്താവ് ആവശ്യപ്പെടുന്നു, പറ്റില്ല സുബൈദ, നീ എനിക്ക് നിന്ന് തന്നേ പറ്റൂ. എനിക്ക് ഹലാലായ കാര്യമല്ലേ ഞാൻ ചോദിക്കുന്നത്. നിന്റെ ശരീരം എനിക്കൊന്ന് കാണിച്ചു തന്നേ പറ്റൂ, എനിക്കതൊന്ന് കണ്ടേ പറ്റൂ. ബാപ്പയും ഞാനും തമ്മിൽ വെച്ച കരാറാണത്. ആ കരാറ് ആവശ്യപ്പെട്ടത് എന്തോ ചെയ്തു കൊടുക്കുക എന്നതാണ്. ഈ കരാറ് പൂർത്തിയാക്കാൻ വേണ്ടി ബാപ്പാന്റെ മുമ്പിൽ ഞാനന്ന് നിന്നുകൊടുത്ത രംഗം എന്റെ മനസ്സിൽ ഇന്നും ആ വേദന പോയിട്ടില്ല. എന്റെ വസ്ത്രം ഉരിഞ്ഞപ്പോൾ മനമല്ല മനസ്സോടെ എന്റെ ശരീരത്തിലെ വസ്ത്രങ്ങൾ ഞാൻ ഉരിഞ്ഞു മാറ്റിയപ്പോ എന്റെ മാനം നഷ്ടപ്പെട്ടു, എന്റെ അഭിമാനമാണ് പോയത്. എന്റെ ശരീരത്തിൽ നിന്ന് മാംസം പറിച്ചെടുക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നിയത്. ആ നിലക്ക് നിന്റെ ഭർത്താവിന്റെ വാപ്പാന്റെ മുമ്പിൽ എന്റെ ശരീരം ഞാൻ കാഴ്ചവെച്ചു. ശറയിൽ ഒരു തെറ്റായ കറാഹത്ത് പോലുമായ കാര്യമല്ല ഇത്. ഒരു ഭർത്താവ് ആവശ്യപ്പെടാണ് തന്റെ ഭാര്യയോട്. പക്ഷേ അന്നത്തെ പെണ്ണുങ്ങളുടെ ലജ്ജയാണത്. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേരും വീണ്ടും ചെസ് കളിച്ചു. അന്ന് നിന്റെ വാപ്പ ആവശ്യപ്പെട്ടത് തോറ്റ കക്ഷി എന്ത് ജയിച്ച കക്ഷി എന്ത് ആവശ്യപ്പെട്ടോ തോറ്റ കക്ഷി അതിന് വഴിപ്പെട്ട് കൊടുക്കണമെന്നാണ്. അന്ന് ഞാനാ ജയിച്ചത്. ഞാൻ ഇതിനൊന്ന് പകരം വീട്ടണമെന്ന് കാത്തിരിക്കുകയാണ്. ജയിച്ച ഞാൻ ഹാറൂൻ റഷീദിനോട് ആവശ്യപ്പെടുകയാണ്, നിങ്ങളെ ശരീരം മുഴുവൻ എനിക്ക് കാണണമെന്ന് പറഞ്ഞ് കയ്യണ്ടി വരൂല, അതിന് മുമ്പ് കാണിച്ചു കൊടുക്കും. പുരുഷന്റെ സ്ഥിതി അതല്ലേ. നാണമുണ്ടോ? അത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഭർത്താവിനെ തോപ്പിക്കാൻ കഴിയോ? സുബൈദ അതല്ല ആവശ്യപ്പെട്ടത്. അത് പറഞ്ഞിട്ട് കാര്യം ചെയ്യാന്ന് സുബൈദക്കും അറിയാം. നാണമുണ്ടെങ്കിലല്ലേ. അപ്പൊ ഈ സുബൈദ എന്ത് പറഞ്ഞു? സുബൈദ ആ ഭർത്താവിന്റെ ഹാറൂൻ റഷീദിനെ കൈപിടിച്ചിട്ട് അടുക്കളയിലേക്ക് കൊണ്ടുപോയി. അടുക്കളയിലുണ്ടൊരു പെണ്ണ്, കറുത്ത് വിരൂപിയായ, ഒരൊറ്റ പ്രാവശ്യം മുഖത്തേക്ക് നോക്കിയ പിന്നെ ജീവിതകാലത്ത് തിരിഞ്ഞു നോക്കൂല, അങ്ങനത്തെ ഒരു പെണ്ണ്. എത്യോപ്യക്കാരിയായ ഒരു പെണ്ണുണ്ട്, കറുത്ത പെണ്ണ്, വിരൂപിയായ പെണ്ണ്. അവിടുത്തെ സർവന്റാണ്. സർവന്റല്ല, അടിമ സ്ത്രീയാണ്. വീട്ടിലുള്ള സർവന്റുകളൊക്കെ അടിമ പെണ്ണുങ്ങളല്ല കേട്ടോ. അത് നമ്മൾ ഇന്നത്തെ കാലത്തേക്ക് ബാധകമല്ല. ഇസ്ലാം അനുവദിച്ച അടിമ എന്നൊരു സ്വഭാവമുള്ള പെണ്ണുണ്ട്. ആ പെണ്ണിനെ നിക്കാഹ് ചെയ്തില്ലെങ്കിലും തന്റെ ഭാര്യയെ എന്ത് ചെയ്യുന്നുവോ അത് മുഴുവനും ചെയ്യാവുന്നതാണ്. അത്രയും സ്വാതന്ത്ര്യമുണ്ട്. അത് ഇസ്ലാം അനുവദിച്ച ഒരു വിഷയമാണ്. നിക്കാഹ് നടത്തണ്ട, പക്ഷെ ഭാര്യനെ ചെയ്യണോ ഒക്കെ ചെയ്യാം. ആര്? അടിമ സ്ത്രീ. അടിമ സ്ത്രീ എന്ന് പറഞ്ഞത് ഇന്നത്തെ സർവന്റുകളല്ല, വീട്ടിലെ വേലക്കാരിയല്ല. ആ സംവിധാനമേ ഇന്ന് ലോകത്തില്ല, എടുത്തുപോയി. അതുകൊണ്ട് അതാരും ദുരുപയോഗം ചെയ്യണ്ട. അത് ഹറാമായ വ്യഭിചാരം, പച്ച വ്യഭിചാരമായി മാറും. പക്ഷെ അന്ന് ഹാറൂൻ റഷീദിന്റെ കാലത്ത് ഇതുണ്ട്. ഈ അടിമ പെണ്ണിനെ കൊണ്ടുപോയി കാണിച്ചു കൊടുത്തിട്ട് സുബൈദ പറഞ്ഞു, ഹാറൂൻ, പൊന്നു ഭർത്താവേ, ഈ അടിമ സ്ത്രീയെ നിങ്ങൾ ബന്ധപ്പെടണം. എന്നെ ചെയ്യണതൊക്കെ ചെയ്യാമല്ലോ നിങ്ങൾക്ക്. ഈ പെണ്ണുമായി നിങ്ങളൊന്ന് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണം. ഹാറൂൻ റഷീദ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞു, പൊന്നു സുബൈദ, അത് മാത്രം പറയരുത്. നീ പറയുന്നതൊക്കെ ഞാൻ അനുസരിക്കാം. ഈ എത്യോപ്യക്കാരിയെ ബന്ധപ്പെടണമെന്ന്, അവളുമായിട്ടൊരു ശയനം, ഒരു ബെഡ് പങ്കിടണമെന്ന് പറയുന്നത് മാത്രം നീ എന്നോട് ആവശ്യപ്പെടരുത്. കഴിയില്ല. അത് മാത്രം പ്ലീസ് പറയരുത്. കാല് പിടിച്ച എന്റെ ഭർത്താവ്, നിന്റെ വാപ്പ എന്നോട് ആവശ്യപ്പെട്ടു. അന്ന് എന്റെ വസ്ത്രം ഉരിഞ്ഞ ലജ്ജ എന്റെ മനസ്സിൽ പറിച്ചു ചീന്തിയ നിന്റെ വാപ്പാനെ മുമ്പിൽ വിട്ടുകൊടുത്തില്ല ഞാൻ. ഈ പെണ്ണിനെ ബന്ധപ്പെട്ടേ പറ്റുള്ളൂ. ഞാൻ പിടിവാശി പിടിച്ചു. ആ വാപ്പ് മാന്യനല്ലേ, കരാറ് പറഞ്ഞതല്ലേ. ജയിച്ച കക്ഷി എന്താവശ്യപ്പെട്ടോ തോറ്റ കക്ഷി ചെയ്യണമെന്ന്. ഇപ്പൊ ഞാനല്ലേ ജയിച്ചത്, ഹാറൂനല്ലേ തോറ്റത്. ചെയ്തു കൊടുത്തല്ലേ പറ്റുള്ളൂ. ആ വാപ്പ ഹാറൂൻ റഷീദ് എന്ന ഭർത്താവ് ആ എത്യോപ്യക്കാരിയായ പെണ്ണുമായി
ഒരൊറ്റ പ്രാവശ്യം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് ജനിച്ച മോനാടോ നീ? രണ്ടുപേരുടെയും മക്കൾ ഉമ്മ രണ്ടാണ്. അമീനിന്റെ ഉമ്മ സുബൈദയാണ്, മഅ്മൂനിന്റെ ഉമ്മ ഈ എത്യോപ്യക്കാരിയാണ്. ആ ലൈംഗിക ബന്ധത്തിൽ പറന്നവനാ നീ. ഞാനന്ന് പിടിവാശി പിടിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ നീ ജനിക്കുമായിരുന്നില്ല. നീ ജനിച്ചിട്ടില്ലെങ്കിൽ എന്റെ അമീരിനെ കൊല്ലുമായിരുന്നില്ല. അതാണ് ഞാൻ എന്റെ ശരീരത്തോട് പറഞ്ഞത്. ഞാൻ എന്നെ ശപിച്ചതല്ല. ചരിത്രം അങ്ങനെയാ പോണത്. പക്ഷെ അവിടെ നമുക്കുള്ളൊരു പാഠമുണ്ട്. ഒരു കാലഘട്ടത്തിലെ സംസ്കാരം തന്റെ ശരീരം ഭർത്താവിന് പോലും കാണിച്ചു കൊടുക്കാതെ സൂക്ഷിച്ചു വെച്ച പെണ്ണുങ്ങളായിരുന്നെങ്കിൽ ആ പെണ്ണുങ്ങളെ മുമ്പിൽ, സുബൈദയുടെ മുമ്പിൽ നാളെ പരലോകത്ത് അല്ലാഹു വിചാരണക്ക് നിർത്തിയാൽ ഈ ശബ്ദം കേൾക്കുന്ന സഹോദരിമാരെ എന്തായിരിക്കും നമ്മുടെ സ്ഥിതി? കണ്ടവന്റെ കൂടെ ഒക്കെ ഇറങ്ങി ഒളിച്ചോടിപ്പോ, ഉമ്മാനെയും ബാപ്പാനെയും ധിക്കരിച്ചു പോവാ. എന്നിട്ട് അവന്റെ ആവശ്യം കഴിഞ്ഞാൽ ഏതെങ്കിലും മരക്കൊമ്പത്ത് കെട്ടിത്തൂക്കുക, റെയിൽ പാളത്തിൽ കൊണ്ടുപോയി തള്ളുക, ഭാരമായി മാറുമ്പോ വിഷം കൊടുത്തിട്ട് കളയുക. ഈ പെണ്ണ് വഴിയാധാരമാണ്. പത്രത്തിൽ ഇത് വായിക്കുക. ഇത് വായിച്ച പെണ്ണ് തന്നെയാണ് പിന്നെയും ഒരു മിസ് കോളിന്റെ മുമ്പിൽ പോണത്. ഒരു മിസ് കോളിന്റെ മുമ്പിൽ പോവാണ്. ഈ പെണ്ണല്ലേ ഇത് വായിച്ചത്. ഒരു ആനക്ക് ആ ആനന്റെ വലിപ്പം മനസ്സിലാക്കാൻ കാഴ്ചയില്ലെങ്കിൽ വേറൊരു ആനനെ കണ്ടാൽ മനസ്സിലാക്കി കൂടെ ഞാനും അത്ര ഉണ്ട്. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ആനക്കില്ല. രണ്ടാനനെ കെട്ടിട്ടിട്ട് ഒരു ആനക്ക് തന്റെ കണ്ണ് ചെറുതാണല്ലോ. ആ ചെറിയ കണ്ണുകൊണ്ട് കണ്ട ശരീരം എല്ലാം കൂടി കാണാൻ കഴിയൂലെങ്കിൽ തന്റെ മുമ്പിൽ നിൽക്കണ ഒരു ആനനെ കണ്ടാൽ അത്ര വലിപ്പം ഞാനുണ്ട് മനസ്സിലാക്കി കൂടെ. പഠിച്ചോനെ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ആനക്കുണ്ടെങ്കിൽ നമ്മളിവിടെ ജീവിക്കോ? ആനക്കെന്നും മതളകൂലേ? ആനക്കെന്നും ഭ്രാന്ത് പിടിക്കൂലേ? അപ്പൊ അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ആനക്കില്ല. അതുപോലെ ആയിപ്പോയി. ഒരു പെണ്ണിനെ ഒരു മിസ് കോളിന്റെ പിന്നിൽ തട്ടിക്കൊണ്ടുപോയിട്ട് പുരുഷൻ എന്താടോ നഷ്ടപ്പെടാനുള്ളത്? സഹോദരിമാരെ, ഒരു പെണ്ണ്, നീ ചിന്തിക്കണ്ടേ, നിന്റെ ശരീരം, പവിത്രമായ നിന്റെ ശരീരം, സുന്ദരമായ നിന്റെ ശരീരം ഒരു പുരുഷന് ലൈംഗിക ആസ്വാദനത്തിന് അങ്ങ് ഉപയോഗിച്ചു കൊടുത്തപ്പോ, നീ അങ്ങ് വിട്ടുകൊടുത്തപ്പോ നിനക്ക് നിന്റെ ശരീരം ഒരു വിലയുമില്ലേ? ആ പുരുഷൻ ആനന്ദിക്കാൻ? നിന്റെ ശരീരത്തിന്റെ പവിത്രത അതോടുകൂടി നഷ്ടപ്പെട്ടില്ലേ? പുരുഷൻ എന്ത് നഷ്ടപ്പെടാനാ? പുരുഷൻ എന്ത് നഷ്ടപ്പെടാനാണ്? നഷ്ടപ്പെട്ടത് നിനക്കല്ലേ? ഒരു ബോധവുമില്ലാതെ ഇതൊക്കെ നമ്മുടെ നാടുകളിൽ അരങ്ങേറുമ്പോൾ, ഓരോ ദിവസവും വർദ്ധിച്ചു വരുമ്പോ, മദ്യപാനത്തിന്റെ പിന്നാലെ പോകുമ്പോ, മുസൽമാനെ, അള്ളാഹു ചെയ്തു തന്ന നിഅമത്തിനെ ധിക്കരിക്കല്ലേ. പടച്ച റബ്ബ് ഒരു ദിവസം അങ്ങ് പിടിച്ചു കിടത്തിയാൽ അതിരാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഇന്നലെ പൂട്ടിവെച്ച ആ കണ്ണ്, ആ കൺപോളുകൾ ഇന്ന് രാവിലെ പൊങ്ങുന്നില്ലെങ്കിൽ, കൈകാലുകൾ നിവർത്തി കിടന്നുറങ്ങുന്ന മനുഷ്യൻ രാവിലെ നോക്കുന്ന സമയത്ത് അവന്റെ പാർട്സുകളെല്ലാം ലൂസായി പോയാൽ, അല്ലെങ്കിൽ അതെല്ലാം ഒന്ന് മടക്കാനും നിവർത്താനും കഴിയാതെ, അവന്റെ നടുവളക്കാൻ കഴിയാതെ, ഊരവളയാതെ നെട്ടല് അവൻ അങ്ങ് സ്റ്റക്കായി പോയാൽ നമ്മുടെ ജീവിതത്തിന്റെ സ്ഥിതി എന്താണ്? ഒരു സൈഡങ്ങ് തളർന്നു പോയാൽ, ക്യാൻസർ എന്ന രോഗം വർദ്ധിച്ചു വരുന്നു. ഈ രോഗത്തിന് ഇന്ന് വരെ ഒരു 10 രൂപയുടെ ഗുളിക പോലും കണ്ടുപിടിച്ചിട്ടില്ല. ഈ മാരക രോഗം വർദ്ധിച്ചു വരുന്നു. അള്ളാഹു നൽകുന്ന ഈ വക പരീക്ഷണങ്ങളിൽ നിന്ന് പാഠം ഉൾക്കൊള്ളാതെ പടച്ച റബ്ബിന്റെ ഭൂമിയിൽ ജീവിച്ചപ്പോൾ ഒരു കാര്യം ചിന്തിച്ചോ? ഒരു ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തു. ശ്വാസോച്ഛ്വാസത്തിന് തകരാറാണ്. ശ്വാസം വലിക്കാൻ വയ്യ, ഓക്സിജൻ ശ്വസിക്കാൻ കഴിയുന്നില്ല. ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തപ്പോൾ ഒരാഴ്ച കിടന്ന് തിരിച്ചു പോരുന്ന സമയത്ത് കൃത്രിമ ശ്വാസം നൽകിയതിന് എത്ര സിലിണ്ടർ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടോ ആ സിലിണ്ടറുകൾക്ക് കണക്ക് കൂട്ടിയിട്ട് 10,000 കണക്കിന് രൂപ വലിച്ചുവിട്ട കൃത്രിമ ഓക്സിജന് നാം ഹോസ്പിറ്റലുകളിൽ ബില്ലടക്കുന്നുവെങ്കിൽ, നമ്മുടെ വീട്ടിലേക്ക് തരുന്ന ഗവൺമെന്റ് തരുന്ന KCB തരുന്ന കരണ്ടിന് മാസം തോറും നമ്മൾ ഉപയോഗിക്കുന്ന വെളിച്ചത്തിന് KCBയിൽ കൊണ്ടുപോയി പണമടക്കുന്നുവെങ്കിൽ, നാം ഒരു യാത്ര ചെയ്യുന്ന സമയത്ത് ശുദ്ധമായ വെള്ളം ലഭിച്ചില്ലെങ്കിൽ ഇവിടുന്ന് അജ്മീറിലേക്കൊന്ന് യാത്ര ചെയ്തു നോക്കൂ, കാശ്മീരിലേക്കൊന്ന് യാത്ര ചെയ്തു നോക്കൂ,
ശുദ്ധമായ വെള്ളം ലഭിക്കാതെ വരുമ്പോ മിനറൽ വാട്ടർ വാങ്ങി കുടിച്ചതിന്റെ കണക്കൊന്ന് എഴുതി വെച്ച് നോക്കൂ. എത്ര ആയിരം ലിറ്റർ, എത്ര ആയിരം കുപ്പി വെള്ളം കുടിച്ചു തീർക്കുന്നുണ്ട് എന്ന്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, 1 ലിറ്റർ വെള്ളത്തിന് 20 രൂപ. നിങ്ങളെ വീട്ടില് അടിച്ച് ഫുള്ളാക്കണ വെള്ളം ആ ടാങ്കിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും?